പേരൻസ്, വല്യപ്പന്മാർ വല്യമ്പച്ചിമാരൊക്കെ കോട്ടയത്തുനിന്ന് ഈ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ഭാഗത്തേക്കൊക്കെ വന്നും ബദിയടിക്കലേക്ക് വരുന്നു. അവരുടെ പേരൻസ് ഒരുപക്ഷെ കണ്ണൂർ അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്തൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ വയനാട് ഭാഗത്തേക്കായിരിക്കാം. അവിടെ നിന്ന് നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും ബദിയടിക്കയിലേക്ക് വരുന്നു. ഇവിടെ വന്ന് വീടൊക്കെ വെച്ച് നമ്മൾ ബദിയടിക്ക അല്ലെങ്കിൽ കാസർഗോഡിന്റെ ഭാഗമായി അല്ലെങ്കിൽ രണ്ടാം കുടിയേറ്റത്തിന്റെ ഭാഗമായി നമ്മൾ മാറിയിരിക്കുക. നമ്മളൊരു അധ്വാനിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത്, അല്ലേ? ശരിയല്ലേ? നമ്മൾ കോട്ടയത്ത് നിന്നൊക്കെ ഇവിടേക്ക് വന്നിട്ട് ആദ്യകാലത്തെ കുടിയേറ്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചവരാണ് നമ്മുടെ പേരൻസ്. പല കാരണം കൊണ്ടാണ് നമ്മൾ തെക്കൻ ജില്ലകളിൽ നിന്ന് അല്ലെങ്കിൽ കോട്ടയത്ത് നിന്ന് നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് അല്ലെങ്കിൽ കാസർഗോഡ് ഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാവരും നമ്മളെ കുറിച്ച് ബോധവാന്മാരാകാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് കാര്യം പറയുന്നത്. നമ്മുടെ ക്രിസ്ത്യാനികളെ കുറിച്ച്, നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച്, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി സാമ്പത്തികപരമായി നമ്മുടെ കുടുംബത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ പേരൻസ് എവിടേക്ക് വന്നു? വനം വെട്ടിത്തെളിച്ച് കൃഷിഭൂമിയാക്കി മാറ്റി റബ്ബറും മഞ്ഞളും ഇഞ്ചിയും ഒക്കെ നട്ടുപിടിപ്പിച്ച് നമ്മുടെ കുടുംബത്തെ വളർത്തി എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഒരു തലമുറ വളർന്നു വന്നു കണ്ണൂർ കാസർഗോഡ് ഏരിയയിൽ. ഒരു കാലഘട്ടത്തില് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൽ വലിയൊരു അംഗീകാരമായിരുന്നു. നമുക്ക് മറ്റു മതസ്ഥരൊക്കെ നമ്മളെ കണ്ട് അസൂയപ്പെട്ടിരുന്ന ഒരു കാലമുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ എന്താണ് ക്ലാസ് മുറിയിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ക്ലാസ്സുകളിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളത് എല്ലാവരും ക്രിസ്ത്യാനികളാണോ? നമ്മളെപ്പോലെ ക്രിസ്തു മതം സ്വീകരിച്ചവരാണോ? അല്ല, അല്ലെ? കുറച്ചൊക്കെ ഉണ്ടാവും. മറ്റു മതസ്ഥരായിരിക്കും നമ്മളെക്കാൾ കൂടുതലുണ്ടാവും. പ്രത്യേകിച്ച് ബദിയടിക്ക് ഈ കാസർഗോഡ് ഭാഗത്തേക്ക് വരുമ്പം ക്രിസ്ത്യാനികളോടൊപ്പം മറ്റു മതസ്ഥരാണ് കൂടുതലായിട്ടുണ്ടാവുക. അപ്പൊ അവരൊക്കെ നമ്മളെ നോക്കി അസൂയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. പിന്നീട് എന്താ സംഭവിച്ചത്? അതായത് ഒരു കാലഘട്ടത്തിൽ എല്ലാ സർക്കാർ ജോലികളിലും സർക്കാർ ഓഫീസുകളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെ കാണാമായിരുന്നു. നമ്മള് പുതുതലമുറയാണ്, നിങ്ങൾ വളർന്നു വരുന്ന മിടുക്കന്മാരും മിടുക്കളായിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സർക്കാർ ജോലികളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ധാരാളം ക്രിസ്തുമതം സ്വീകരിച്ച അധ്യാപകര് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. പക്ഷെ ഇന്നത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പോപ്പുലേഷൻ നമ്മൾ കുറഞ്ഞു, ജനസംഖ്യയിൽ നമ്മൾ കുറഞ്ഞു വരും, ക്രിസ്ത്യാനികൾ കുറഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നമ്മുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. പല വീടുകളിലും പേരൻസ് മാത്രമേ ഉള്ളൂ, അല്ലെ? അച്ഛനും അല്ലെങ്കിൽ പ്രായമായവർ മാത്രമായിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഉദ്യോഗങ്ങളിൽ അല്ലെ സർക്കാർ ഓഫീസുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട ക്രിസ്ത്യാനികളുടെ എണ്ണം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഒരു കാലഘട്ടത്തിൽ നമ്മളുണ്ടായിരുന്നു IAS പോലുള്ള ജിജി തോംസൺ, എൻ്റെ പേര് ജിജി തോമസ് എന്നാണ്, ജിജി തോംസൺ എന്നൊക്കെ പറയുന്ന പോലുള്ള IAS ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഇന്ന് പല ഓഫീസുകളിലും നമ്മുടെ ക്രിസ്തുമതം സ്വീകരിച്ചവരെ കുറഞ്ഞു വരികയാണ്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി ക്രിസ്ത്യാനികളായി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ, അല്ലെ, ചെറിയ കുട്ടികളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. കാരണം ഇത് വലിയൊരു ഏജ് ഗ്രൂപ്പിന്റെ വലിയ വ്യത്യാസമുണ്ട്, അല്ലെ സാറേ? നമ്മൾ പറയേണ്ട വിഷയം, കുട്ടികളോട് പറയേണ്ട വിഷയവും വലിയവരോട് പറയേണ്ട വിഷയവും നമ്മൾ വ്യത്യാസമാണ്. എന്തായാലും കുട്ടികൾ അല്പം ചിരിച്ചവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ കരുതിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് മുറികളിൽ നമ്മൾ കുറച്ചും കൂടെ എന്ത് ചെയ്യണം? ഗൗരവത്തോടു കൂടി പോകണം. ക്ലാസ് മുറികളിൽ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകും, ലക്ഷ്യമുണ്ടാകും. ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പേരൻസ്, അല്ലെ, നമ്മുടെ പ്രിയപ്പെട്ട അച്ഛനും അമ്മയും നമ്മളോട് ഓരോ ദിവസവും പറയുന്നുണ്ട്, നന്നായി പഠിക്കണം, നന്നായിട്ട് ഒരുങ്ങണം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വേണം ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. രാവിലെ എണീക്കണമെന്ന് പറയാറുണ്ട്, അല്ലെ? അതിരാവിലെ എണീറ്റ് പഠിക്കണമെന്ന് പറയാറുണ്ട്. കാരണം നമ്മുടെ ഒരു അധ്വാന വർഗത്തിന്റെ പ്രതീകങ്ങളാണ് നമ്മളെല്ലാം ക്രിസ്ത്യാനികൾ.
നമ്മൾ വന്ന കാലഘട്ടത്തെ കുറിച്ച്, നമ്മൾ വളർന്നു വന്ന കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ മറന്നുകൂടാ. നമ്മുടെ ഗ്രാൻഡ് പേരൻസ് നമ്മൾക്ക് നൽകിയ ഒരു വഴി നമ്മൾ മറന്നുപോയിക്കൂടാ. നമ്മളിപ്പോൾ കുടുംബത്തിൽ നമ്മൾ നോക്കിയറിയാം, നമ്മുടെ കുടുംബങ്ങളിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 1, 2, 3 മക്കൾ മാത്രമേ ഉള്ളൂ. അവർ ആ മക്കൾക്ക് വേണ്ടതെല്ലാം നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും ഒരുക്കി തന്നുകൊണ്ടായിരിക്കുന്നത്. ശരിയല്ലേ? നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും അച്ഛനും അമ്മച്ചിയും വാങ്ങിച്ചു തരാതെ ഉണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഉണ്ടോ? മോൾക്ക് വേണ്ടതെല്ലാം അച്ഛനും അമ്മച്ചിയും വാങ്ങിച്ചിരുന്നില്ലേ? എല്ലാം നമ്മൾ ചോദിക്കേണ്ട താമസമേ ഉള്ളൂ. നമ്മുടെ അച്ഛനും അമ്മച്ചിയും അപ്പച്ചനും അമ്മച്ചിയും എന്നാ ഡാഡി അല്ലെ, മമ്മി അല്ലെ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിളിക്കുന്നത്, നമുക്കെല്ലാം വാങ്ങിച്ചു തരും. പക്ഷെ ഞങ്ങളൊക്കെ വളർന്നു വന്ന ഒരു കാലഘട്ടത്തിൽ ഇത് ചിലപ്പോൾ പറയാതിരിക്കാതെ വയ്യ, അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത്. നമ്മളൊക്കെ വളർന്നു വന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ 2 വസ്ത്രം അല്ലെങ്കിൽ മാക്സിമം 3 വസ്ത്രമൊക്കെ ഞങ്ങൾക്കുള്ളൂ. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്. പിന്നീട് ഡിഗ്രിക്കൊക്കെ എത്തി, PG ഒക്കെ എത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആവശ്യം അറിഞ്ഞ് കഷ്ടപ്പെട്ട് ഒന്നുകൂടി നമ്മുടെ പേരൻസ് കുറച്ചുകൂടി നമ്മുടെ ശ്രദ്ധ, ഇങ്ങനെയൊക്കെ കോളേജിലൊക്കെ പോകുമ്പം ഇങ്ങനെയൊന്നും പോയാൽ പോരാ, കുറച്ചുകൂടി ഭംഗിയായി പോകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി നമ്മുടെ പേരൻസ് കുറച്ചുകൂടെ എന്ത് ചെയ്തു, അവർ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച സമ്പത്ത് നമ്മുടെ ഡ്രസ്സും മറ്റു കാര്യങ്ങൾക്കൊക്കെ അതായത് വാങ്ങിച്ചു തന്നത്. പ്രിയപ്പെട്ടവർ, ഞങ്ങളൊക്കെ ടൂറ് പോയത്, എൻ്റെ ഓർമ്മയിൽ ടൂറ് പോയത് പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ്. പ്രീ ഡിഗ്രി എന്ന് പറയുന്നത് ഇന്നത്തെ ഹയർ സെക്കൻഡറി ആണ്. നിങ്ങളൊക്കെ ഇപ്പൊ ചെറിയ ക്ലാസ്സിൽ മുതലേ ടൂർ പോകുന്നുണ്ടാവും അല്ലെ? അധ്യാപകരോടൊപ്പം ടൂർ പോകുന്നുണ്ടാവും അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ടൂർ പോകുന്നതിനോ കൂടുതൽ ഡ്രസ്സുകൾ ധരിക്കുന്നതിനോ ഒന്നും ഒരു കുഴപ്പമില്ല. കാരണം അത് നിങ്ങളുടെ കുടുംബത്തിലെ അച്ഛനും അമ്മയുടെയും നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിന്റെ ഭാഗമാണ്. പക്ഷേ ആ അച്ഛനെയും അമ്മച്ചിയെയും നിങ്ങൾ മനസ്സ് തുറന്ന് സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് തരുന്ന ആ സ്നേഹം നിങ്ങൾ തിരിച്ചു കൊടുക്കാറുണ്ടോ? പ്രിയപ്പെട്ട, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി തരുന്ന അമ്മച്ചി അല്ലെ, നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം അല്ലെ, എല്ലാ ദിവസവും ചിക്കൻ ഉണ്ട് വീട്ടില് ഇല്ലേ, മീനുണ്ട്, വ്യത്യസ്തമായ പലഹാരങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി തരുന്നു, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അമ്മച്ചി ഉണ്ടാക്കി തരുന്നു. ആ അമ്മച്ചിയോട് നിങ്ങൾ ഏത് രീതിയിലാണ് പെരുമാറാറ്? നിങ്ങളുടെ സ്നേഹം എങ്ങനെയാണ് അവരോട്, അമ്മച്ചിയോട് പ്രകടിപ്പിക്കാറുള്ളത്? നിങ്ങളുടെ അമ്മച്ചിയോട് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കാറ്? ഒന്ന് പറയാൻ പറ്റുമോ? മോൾക്കൊന്ന് പറയാം. മോളുടെ പേരെന്താണ്? ഏഞ്ചൽ. ഏഞ്ചൽ എങ്ങനെയാണ് അമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക? ഒന്ന് പറയാം എല്ലാവർക്കും കൂടി, എല്ലാവർക്കും വേണ്ടിയിട്ട്. അമ്മേനെ സഹായിക്കും, പാത്രം കഴുകി കൊടുക്കും. ഓക്കെ, ഏഞ്ചൽ പറഞ്ഞത് വളരെ സ്നേഹത്തിന്റെ വേറൊരു മുഖമാണ്. മറ്റുള്ളവരുടെ പാത്രങ്ങൾ കൂടി വീട്ടിൽ അല്ലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പഠിച്ചൊക്കെ മടുത്തൊക്കെ ഇരിക്കുന്ന കുട്ടികളാണ് നമ്മൾ. അപ്പോൾ വീട്ടിൽ പലപ്പോഴും മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ സമയത്ത് അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ പാത്രം അമ്മയോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് സഹായിക്കാൻ പറ്റും. പാത്രം കഴുകി കൊടുത്തുകൊണ്ട് നമുക്ക് സഹായിക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ അപ്പച്ചനോടുള്ള സ്നേഹം എങ്ങനെയാണ്? അപ്പച്ചനാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ നെടുന്തൂണെന്ന് പറയുന്ന നമ്മുടെ ഡാഡിയാണ് അല്ലെ? നമുക്ക് വേണ്ടതെല്ലാം അല്ലെ, സാമ്പത്തികപരമായിട്ടൊക്കെ അമ്മ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും വീട്ടിലെ ഒരു കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിൽ ഒരു തലവൻ എന്ന നിലയിൽ അപ്പച്ചനാണ് മുന്നോട്ട് പോവുക. അപ്പം അപ്പച്ചനോടുള്ള സ്നേഹം എങ്ങനെയാ മോളെങ്ങനെ പ്രകടിപ്പിക്കുക? ഇല്ലേ? നമുക്ക് ആമ്പിള്ളേരോട് ചോദിക്കുക. ആമ്പിള്ളേർ മിടുക്കന്മാരാണ്. യെസ്, എങ്ങനെയാണ് അപ്പച്ചനോടുള്ള സ്നേഹം കാണിക്കുന്നത്? സ്നേഹമുണ്ട്. അതായത് അപ്പച്ചൻ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടു കൂടി. മോന്റെ പേരെന്താണ്? ആൽബിൻ. എന്തെങ്കിലുമൊക്കെ ചെടിക്ക് വെള്ളം ഒഴിക്കണം എന്ന് പറയുന്നു, അല്ലെങ്കിൽ തെങ്ങിന് കുറച്ച് വെള്ളം ഒഴിക്കണം എന്ന് പറയുന്നു, അല്ലെങ്കിൽ അല്പം കാട് പറിക്കണം എന്നൊക്കെ പറയുമ്പം അപ്പച്ചനോട് കൂടി നിന്നുകൊണ്ട്
സഹായിക്കുന്ന ഒരു മനോഭാവം. എന്തായാലും ബദിയെടുക്കലുള്ള ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മറ്റു ഇടവകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് കേട്ടോ. എല്ലാ കാര്യത്തിലും അപ്പച്ചനെയും അമ്മച്ചിയും ഒക്കെ സ്നേഹിക്കുന്ന കാര്യത്തിൽ, സഹായിക്കുന്ന കാര്യത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. ആ കാര്യത്തിൽ ഒരു പടി നിങ്ങൾ മുമ്പിലാണ്. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം രണ്ടാം കുടിയേറ്റത്തിന്റെ ഒരു പ്രതീകമായി നിൽക്കുന്ന ബദിയെടുക്കയിലുള്ള അടുത്ത തലമുറയിൽപ്പെട്ട കുട്ടികൾ ഇത്തരത്തിൽ ഒരു വൈബ്രന്റ് എന്നൊക്കെ വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സംഭവമല്ലേ അല്ലെ? വൈബ്രന്റ് ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില പദങ്ങളാണ് അതൊക്കെ. അപ്പൊ ആ ഒരു വൈബ്രൻസി അല്ലെങ്കിൽ വൈബ് നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ കാണിക്കുന്നുണ്ടോ? ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ. യെസ്, നിങ്ങൾ വൈബ്രൻസി വൈബ് പഠനത്തിൽ എങ്ങനെയാണ് നിങ്ങൾ നിലനിർത്താറ്? നമുക്ക് പഠനത്തിൽ ക്ലാസ് മുറിയിൽ നമ്മൾ അടുത്ത തലത്തിൽ ഹൈസ്കൂൾ അല്ലെ SLC +2 ലെവലിലൊക്കെ ഉള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ആ ലെവലിൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തണമെങ്കിൽ നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യണം? എല്ലാവരും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നന്നായി പ്രാർത്ഥിക്കുന്നവരല്ലേ? പ്രാർത്ഥനയോടുകൂടിയല്ലേ എണീക്കാറ്? എണീറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രാവിലെ എത്ര മണിക്ക് എണീക്കുന്നത്? ഒരു മിനിമം 5 മണിക്ക് എണീക്കണേ. നമ്മുടെ പ്ലാനിങ് എന്താ? നമ്മുടെ ലക്ഷ്യം എന്താണ്? ക്രിസ്ത്യാനികൾ പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ടുകൂടാ. പഴയ പ്രതാപത്തോടുകൂടി നമ്മൾ തിരിച്ചു വരണ്ടേ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, നമ്മൾ തിരിച്ചു വരണ്ടേ? നമ്മൾ മാറി നിന്നാ മതിയോ? നമ്മൾ മറ്റു മതസ്ഥരെ ഒന്നും നമ്മൾ തള്ളി പറയുന്നില്ല. നമ്മൾ പണ്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു പ്രൗഢിയോടുകൂടി ഈ ക്രൈസ്തവ സമൂഹം ഉയർത്തെഴുന്നേൽക്കണം. നമ്മൾ ഒട്ടും മോശമായി എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഒരു പ്രതാപം, ലോകം ഏറ്റവും കൂടുതൽ മതസ്ഥർ ഏതാ? ക്രൈസ്തവരാ അല്ലേ? ക്രിസ്തുമതം അല്ലേ? ഏറ്റവും കൂടുതൽ ആൾക്കാർ ലോകത്ത് നമ്മൾ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരാണുള്ളത്. എല്ലാ രാജ്യങ്ങളിലും ക്രൈസ്തവരെ നമുക്ക് കാണാം. ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച പുസ്തകം ഏതാണ്? ബൈബിളാണ്. അതൊക്കെ നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ആൾക്കാരെ വായിച്ചിട്ടുള്ളതും ബൈബിളാണ് അല്ലെ? അപ്പൊ ബൈബിളിന് അധിഷ്ഠിതമായി ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ ആ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതാപം ഒട്ടും നഷ്ടപ്പെടാതിരിക്കണം. നമുക്ക് എല്ലാ മേഖലയിലും നമ്മൾ എത്തിപ്പെടണം. അപ്പം യുവതലമുറ എന്ന നിലയിൽ നിങ്ങൾ അത് പഠനത്തിലൂടെ ഒരു പരിധിവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നമ്മൾ ഹയർ പോസ്റ്റിലൊന്നും നമ്മളിപ്പോൾ എത്തിച്ചേരുന്നില്ല. അപ്പൊ അതിനെന്ത് വേണം? SSLC 10ാം ക്ലാസ്സിൽ നമ്മൾ മാക്സിമം മാർക്ക്, ഇപ്പം ആകെ എന്താണ്, ഇപ്പം ഫുൾ A+ അല്ലെ? ഫുൾ A+ നേടിക്കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസ് എത്തുമ്പോൾ വീണ്ടും ഹയർ സെക്കൻഡറിയിൽ വീണ്ടും ഫുൾ A+ അല്ലെ? ഫുൾ A+ നേടണമെങ്കിൽ മോനെ എന്ത് ചെയ്യണം? മോനെ ഇപ്പൊ എത്രയല്ലേ പഠിക്കുന്നത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ാം ക്ലാസ്സിലാണ്. ഫുൾ A+ നേടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ജയിച്ചു എന്നാണ് അതിന്റെ അർത്ഥം? അല്ല. അപ്പൊ ചേച്ചിമാര് പറയും, ഇവിടെ ചേട്ടന്മാരുണ്ട്, ഫുൾ A+ നേടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മോന് മനസ്സിലായില്ല. നന്നായി പഠിച്ച് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളത് പഠിച്ചത് പരീക്ഷ പേപ്പറിൽ എങ്ങനെ പ്രകടിപ്പിക്കുന്നു, അതിന്റെ റിസൾട്ടാണ് ഫുൾ A+ ആയിട്ട് കിട്ടുന്നത്. ഫുൾ A+ എന്ന് ഉദ്ദേശിച്ചത് 100ൽ 90% അധികം കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, 90 മുതൽ 100% വരെ വരുന്ന മാർക്കിന്റെ ഗ്രേഡാണ് A+. ഓക്കെ. ഫുൾ A+ നേടുക എന്ന് പറഞ്ഞാൽ പത്രത്തിൽ ഫോട്ടോ ഒക്കെ വരും, ശരിയല്ലേ? ഫുൾ A+. SLCക്ക് 10 A+ നേടുക എന്ന് പറഞ്ഞാൽ എന്ത് വരും? പത്രത്തിൽ ഫോട്ടോ വരും. നമ്മുടെ ഫ്ലെക്സ് സ്കൂളിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കും അല്ലേ? അത് കാണാൻ നമുക്ക് ഇങ്ങനെ രോമമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വരികയല്ലേ? യെസ്. അപ്പൊ അങ്ങനെയൊക്കെ വരണ്ടേ നമുക്ക്? അപ്പൊ ഫുൾ A+ നേടുന്നു, SLCക്ക് ഫുൾ A+ നേടുന്നു, 12ാം ക്ലാസ്സിൽ ഫുൾ A+ നേടുന്നു. 12ന് ശേഷം പിന്നെ എന്താണ്? ഡിഗ്രിക്ക് പോകണം, വേണ്ടേ? സ്വപ്നം കാണുക. 12ന് ശേഷം നമുക്ക് ഡിഗ്രി കോഴ്സ്. ഏത് വിധത്തിലുള്ള ഡിഗ്രി കോഴ്സുകളൊക്കെയാണ്? പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് ഉണ്ട്, ട്രഡീഷണൽ ഡിഗ്രി കോഴ്സുകളുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ജോലി ലഭിക്കുന്ന, നമുക്കറിയാം പബ്ലിക് സർവീസ് കമ്മീഷനൊക്കെ നടത്തുന്ന പരീക്ഷകളുണ്ട് അല്ലെ? പബ്ലിക് സർവീസ് കമ്മീഷനൊക്കെ നടത്തുന്ന പരീക്ഷകൾ, ആ പരീക്ഷകൾ അതിനുവേണ്ടി കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അതായത് നമ്മൾ ഫുൾ A+ നേടുന്നു SLCക്ക്, അതോടൊപ്പം 12ാം ക്ലാസ്സിൽ നമ്മൾ ഫുൾ A+ നേടുന്നു. നന്നായി ഒടുങ്ങിയാൽ മാത്രമേ നല്ല മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഇതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. സർക്കാർ ഉദ്യോഗത്തിൽ നമ്മൾ ക്രിസ്ത്യാനികൾ നമ്മൾ
എങ്ങനെയും കയറിപ്പറ്റണം. അതായത് ഹയർ സ്റ്റഡീസ്, അതായത് ഹയർ സെക്കൻഡറി പഠിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ചില PSC പരീക്ഷകൾ എഴുതാൻ പറ്റും. PSC പരീക്ഷ, പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചില പരീക്ഷകൾ നമുക്ക് എഴുതാൻ പറ്റും. കേട്ടിട്ടില്ലേ? PSC എക്സാം ഒക്കെ കേട്ടിട്ടില്ലേ? ചേട്ടന്മാര് കേട്ടിട്ടില്ലേ? അല്ലേ? PSC പരീക്ഷ. അപ്പൊ PSC പരീക്ഷ എഴുതി, സാറൊക്കെ PSC പരീക്ഷ എഴുതി സർക്കാർ ഉദ്യോഗത്തിൽ അഡ്മിഷൻ നേടിയതാണ്. ഞാനൊരു എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. എയ്ഡഡ്, സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ PSC പരീക്ഷ വേണ്ട. നമ്മുടെ മാർക്കിന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണ് അവിടെ എന്ത് ചെയ്യുക, ജോബിൽ കയറുക. പക്ഷെ സർക്കാർ ഉദ്യോഗത്തിൽ അങ്ങനെയല്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷ എഴുതിയാൽ മാത്രമേ റാങ്ക്, ഉന്നത റാങ്ക് നേടിയാൽ മാത്രമേ അവിടെ നമുക്ക് ജോബ് കിട്ടിയുള്ളൂ. നമ്മളൊരു വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, ക്രിസ്ത്യാനി നമ്മൾ ഫോർവേഡ് കാസ്റ്റ് ആണ്, മുൻഗണന പട്ടികയിൽപ്പെട്ടവരാണ് നമ്മൾ. അപ്പൊ നമുക്ക് 50% അല്ല 40% നമ്മൾ റാങ്ക് വന്നാൽ മാത്രമേ നമുക്ക് PSC ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്തില്ല, നമുക്ക് അവിടെ എന്താ പറയാ, സംവരണം പട്ടികയിൽ നമ്മൾ പെടാത്തത് കൊണ്ട് PSCയിൽ ഉയർന്ന റാങ്ക് നേടി നല്ല പ്രിപ്പറേഷൻ, അതായത് ഇപ്പോൾ മുതലേ പത്രങ്ങളൊക്കെ, നല്ല പുസ്തകമൊക്കെ വായിക്കണം, നല്ല ജനറൽ നോളജ് ഉണ്ടാക്കണം, ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ടാക്കണം, ക്രിട്ടിക്കൽ തിങ്കിങ്. ഓക്കെ, ഇതൊക്കെ ചില പദങ്ങളാണ്. കാരണം നമ്മൾ പൊതുസമൂഹത്തിൽ പിന്നോട്ട് പോകാൻ പാടില്ല, നമ്മൾ മാറണം. നമ്മൾ വീട്ടില് ഒക്കെയുള്ള നമ്മുടെ പാഠപുസ്തകം പഠിക്കുന്നതോടൊപ്പം തന്നെ മറ്റു പുസ്തകം കൂടി, ജനറൽ നോളജ് തരുന്ന പുസ്തകം കൂടി, നല്ല നല്ല ക്വിസ് മത്സരങ്ങളിൽ, ഇപ്പൊ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല ക്വിസ് മത്സരങ്ങളൊക്കെ ഉണ്ട് അല്ലേ? കൊച്ചുമക്കൾക്ക് ക്ലാസ്സിലൊക്കെ ക്വിസ് മത്സരങ്ങൾ, ചില ചോദ്യങ്ങൾ അല്ലെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? മോൻ പറയോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര്? പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. നരേന്ദ്രമോദി. അല്ലേ? വെരി ഗുഡ്. ഒന്ന് നല്ലൊരു കൈ കൊടുത്തേ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കണം. പണ്ട് കാലത്തൊക്കെ നമ്മളുടെ വീട്ടിലേക്ക് രാവിലെ വരുന്ന മലയാള മനോരമ, ദീപിക, മാതൃഭൂമി ഒക്കെ ന്യൂസ് പേപ്പർ വരാൻ വേണ്ടി നമ്മൾ കാത്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്ത്യയിലും ലോകത്തും കേരളത്തിലും ഒക്കെ നടക്കുന്ന, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളും എന്താണെന്ന് അറിയാൻ വേണ്ടി പത്രം വായിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷെ ഇന്ന് പുതിയ വിവര സാങ്കേതിക വിദ്യ വന്നപ്പോൾ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് ഒക്കെ വന്നപ്പോൾ നമ്മൾ മുഴുവൻ സോഷ്യൽ മീഡിയയിലേക്ക് ആയിപ്പോയി. നമ്മുടെ മനസ്സ് മുഴുവൻ എവിടെ. ഇതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിച്ചു? നമ്മുടെ അറിവ് ഇല്ലാതായി, പൊതുവിജ്ഞാനം ഇല്ലാതായി. പ്രിയപ്പെട്ട കുട്ടികളെ, പൊതുവിജ്ഞാനം ഉണ്ടാവണം. ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവുണ്ടാവണം. ലോകത്തിലെ സമ്പദ്ഘടന, ഇതിനെക്കുറിച്ച് പല, നമ്മുടെ ഇന്ത്യയുടെ സമ്പദ്ഘടന, കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ധാരണ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പഠനത്തോടൊപ്പം തന്നെ ഇപ്പോഴേ നമ്മൾ നല്ല ലക്ഷ്യത്തോടു കൂടി, നമ്മളൊരു സർക്കാർ ജോബ് നേടാൻ വേണ്ടിയുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി, നല്ല ഒരുക്കത്തോടു കൂടി, നല്ല പുസ്തകങ്ങൾ വായിച്ച്, ന്യൂസ് പേപ്പർ വായിച്ച്, ഇന്ത്യൻ എക്സ്പ്രസ് പോലെയൊക്കെയുള്ള ഇംഗ്ലീഷ് പത്രങ്ങൾ വായിച്ച് നമ്മൾ മുന്നേറണം. ഇന്ന് മറ്റു മതസ്ഥർ ഇക്കാര്യത്തിൽ വളരെ മുന്നിലാണ്. ഇന്ന് സർക്കാർ ഉദ്യോഗം മുഴുവൻ കൊണ്ടുപോകുന്നത് മറ്റു മതസ്ഥരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ആരും ബുദ്ധിയുടെ കാര്യത്തിൽ നമ്മൾ ഒട്ടും മോശക്കാരല്ല. നമ്മൾ മോശമാണോ? ബുദ്ധിയുടെ കാര്യത്തിൽ നമ്മൾ നമ്പർ 1 ആണ്. ഒരു കാലത്ത് നമ്മൾ എന്താണ്, എല്ലാ ഉയർന്ന ഉദ്യോഗങ്ങളും നമ്മൾ നേടിയിരുന്നു. പക്ഷേ സമ്പത്തിന്റെ പേരിൽ ശ്രദ്ധിക്കണം. സമ്പത്ത്, എത്രയും പെട്ടെന്ന് സമ്പത്ത് നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ, പ്രിയപ്പെട്ട കുട്ടികൾ, നമ്മുടെ ക്രിസ്ത്യാനികൾ ചില ഷോർട്ട് കട്ട് മെത്തേഡുകളിലൂടെ ചില ജോലികൾ നേടി കേരളം വിട്ട്, ഇന്ത്യ വിട്ട് മറ്റു നാടുകളിലേക്ക് പോയി. നമ്മൾ തിരിച്ചറിയണം. ചില ജോബ്, അതായത് ചില പ്രൊഫഷണൽ ഡിഗ്രി,
പിള്ളേരെ 1-ാം ക്ലാസ് തൊട്ട് 3-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ കുർബാന കഴിയുമ്പോൾ സ്നാക്സ് കഴിക്കാറുണ്ടായിരുന്നല്ലോ. അപ്പോൾ 1 തൊട്ട് 3 വരെയുള്ള കുട്ടികൾ ഈ വശത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് അവിടുന്ന് സ്നാക്സും വെള്ളവും കുടിച്ചിട്ട് കയറി വരാം. അപ്പോൾ 1 തൊട്ട് 3 വരെയുള്ള കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങിക്കോ. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, പള്ളിമുറിയിലേക്ക് വന്നാൽ മതി. അച്ഛൻ അവിടെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തോളും കേട്ടോ. അപ്പൊ കൊച്ചുമക്കള് ഒന്ന് സിസ്റ്റേഴ്സിന്റെ കൂടെ പോയിക്കോ കേട്ടോ. 1 മുതൽ 3 വരെയുള്ള കുട്ടികൾ. മക്കളെ ഇങ്ങോട്ട് ഇരുന്നു, അങ്ങോട്ട് ഇരുന്നു, അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു. നിങ്ങൾ പോകണോ? അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു. മക്കളെ ഓക്കെ. അപ്പൊ നമ്മൾ പൊതുസമൂഹത്തിൽ നിന്ന് പിൻവാങ്ങപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. അതായത് നമ്മൾ എത്രയും പെട്ടെന്ന് സാമ്പത്തികപരമായി ഒരു സുശക്തമായ ഒരു നിലയിലേക്ക് എത്തുക എന്ന നിലയിൽ നമ്മൾ പെട്ടെന്ന് ജോലി നേടുന്നു. ജോലി നേടാൻ വേണ്ടി കേരളം വിട്ട് നമ്മൾ PSC പോലുള്ള ഗവൺമെന്റ് ജോബുകൾക്കൊന്നും ട്രൈ ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യാണ്? ജോലി സാധ്യതകൾ തേടി ഇന്ത്യ വിട്ട് മറ്റു രാജ്യങ്ങൾ, കാനഡ പോലുള്ള UK പോലുള്ള രാജ്യങ്ങളിലേക്ക് നമ്മുടെ ആൾക്കാർ ധാരാളം പേര് പോയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പലരും ചിന്തിക്കുന്നുണ്ട് കേരളം വിട്ടു പോകണം, അല്ലെ? ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അതിന് തക്ക രീതിയിലുള്ള കോഴ്സുകളൊക്കെ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടുണ്ട്. നേഴ്സിംഗ് പോലുള്ള കോഴ്സുകളൊക്കെ. ഇതൊന്നും ഞാൻ കുറ്റം പറയുന്നതല്ല, ഒന്നും മോശമൊന്നുമല്ല. പക്ഷെ നമുക്കൊന്ന് ശ്രമിച്ചതിന് ശേഷം, പ്രിയപ്പെട്ട കുട്ടികളെ, ഒന്ന് ശ്രമം നടത്തിയതിന് ശേഷം 1-2 വർഷം ശ്രമം നടത്തിയതിന് ശേഷം മാത്രം വേണം നമ്മുടെ കേരളം, നമ്മുടെ സ്വന്തം നാട് വിട്ടു പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് വളരെ വിഷമത്തോടു കൂടിയാണ് ഇന്ന് ഈ പൊതുസമൂഹത്തെ കാണുന്നത്, അല്ലെങ്കിൽ പൊതു തലമുറയെ കാണുന്നത്. കാരണം പല വീടുകളിലും ഇന്ന് പേരൻസ് മാത്രമേ ഉള്ളൂ, പ്രായമായവർ മാത്രമേ ഉള്ളൂ, അല്ലേ? കാരണം എന്താണ്? 1-2 മക്കളേ ഉള്ളൂ. ആ മക്കൾ എവിടേക്ക് പോയി? കേരളം വിട്ട് ജോബ്, പഠനത്തോടൊപ്പം ജോബ് എന്ന് പറഞ്ഞ് എവിടേക്ക് പോയി? കാനഡ, UK പോയിരിക്കുകയാണ്. പോയവരാരെങ്കിലും നിങ്ങൾ തിരിച്ചു വരുന്നുണ്ടോ? ഇല്ല, പോയവരാരും തിരിച്ചു വരുന്നില്ല. അതായത് ഒരു ഇൻസിഡന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വീട്ടില് അപ്പച്ചൻ മരിച്ചു. അപ്പച്ചൻ മരിച്ചിട്ട് ബോഡി മോർച്ചറിയിൽ, നമുക്കറിയാലോ ഇപ്പം എല്ലാ സംവിധാനങ്ങളുണ്ടല്ലോ, മൊബൈൽ മോർച്ചറി ഉണ്ട്. മോർച്ചറിയിൽ ഒരാഴ്ചയായി ഈ ബോഡി കാത്തിരിക്കുകയാണ്. ആരെ കാത്തിരിക്കുന്നത്? മക്കളെ കാത്തിരിക്കുകയാണ്. മക്കള് വരുന്നതും കാത്തിരിക്കുകയാണ്. പത്രത്തിൽ വാർത്ത വന്നാണ്. അങ്ങനെ മക്കൾ വന്ന പാടെ വീട്ടിലേക്ക് ബോഡിയുമായി വരികയാണ്. ബോഡി തുറന്നപ്പോൾ എന്തില്ല? പെട്ടെന്ന് പറയാം. പെട്ടി തുറന്നു നോക്കിയപ്പോൾ എന്തില്ല? അതിൻ്റെ അകത്ത് ബോഡിയില്ല. നമുക്കറിയല്ലേ, പെട്ടിക്കകത്ത് ബോഡി ഇല്ല എന്ന് വെച്ചാൽ മക്കൾ വന്ന് ഫ്ലൈറ്റിൽ ഇറങ്ങി നേരെ വീട്ടിലേക്ക് വരുന്നു. മോർച്ചറിയിൽ നിന്ന് ബോഡി എടുത്ത് പെട്ടിക്കകത്ത് വെക്കാൻ മറന്നുപോയി. ഇത്തരത്തിൽ ദുഃഖകരമായ ചില സത്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് സംഭവിച്ചുകൊണ്ടുണ്ട്. എല്ലാം വളരെ തിടുക്കമാണ്. കാരണം അത് ഇവന്റ് മാനേജ്മെന്റിനെയാണ് ഏൽപ്പിച്ചത്. അറിയാലോ, ഇന്നെല്ലാം കല്യാണം പോലുള്ള വലിയ വലിയ പരിപാടികളൊക്കെ നടത്തുന്ന ആരാ? ഇവന്റ് മാനേജ്മെന്റാണ്. അപ്പൊ ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചപ്പോൾ ഈ ബോഡി എടുത്തു വെക്കുന്ന കാര്യം അവർ മറന്നുപോയി. പെട്ടി തുറന്ന് അച്ഛൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പെട്ടി തുറന്നപ്പോൾ ആ അപ്പച്ചന്റെ ബോഡി അതിനകത്തുണ്ടായിരുന്നില്ല. നമ്മളും കുറച്ച് വിജിലന്റ് ആവണം.
നമ്മളും ഇതേ നിങ്ങളൊക്കെ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടം വരും. കാരണം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അപ്പച്ചനോടും അമ്മച്ചിയോടും പെരുമാറുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറുക. പറഞ്ഞു മനസ്സിലായിരുന്നില്ലേ? നമുക്കും പ്രായമാവും, ഈ സൗന്ദര്യവും ഈ ഒരു സൗകുമാര്യവും ഒക്കെ നഷ്ടപ്പെടും ഇല്ലേ? ഇപ്പോൾ നല്ല ചുറുകൾക്കൊക്കെ നഷ്ടപ്പെടും കുറച്ച് കഴിയുമ്പം. അതായത് നിങ്ങളും വിവാഹപ്രായത്തും നിങ്ങൾക്കും മക്കളാവും, 3-4 മക്കളാവും. ആ മക്കൾ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ആശ്രയിക്കുന്നത് നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയോടും നമ്മൾ എങ്ങനെ പെരുമാറുന്ന പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹയർ സ്റ്റഡീസ്, അതായത് ഡിഗ്രിക്ക് എത്തുമ്പോൾ SLC ഫുൾ A+ നേടുന്നു. അതോടൊപ്പം തന്നെ +2 ഫുൾ A+ നേടി ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഒന്ന് ചിന്തിക്കണം, നമ്മൾ പറ്റുമെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ജോബ് ചെയ്യാൻ വേണ്ടി. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് നല്ല മനസ്സുണ്ടായാൽ മതി, നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ചുറ്റുപാടും ഉണ്ട് എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. ധാരാളം പ്രൊഫഷണൽ കോഴ്സുകൾ അല്ലെങ്കിൽ ബിടെക് പോലുള്ള കോഴ്സുകൾ കഴിഞ്ഞാൽ കൊച്ചി പോലുള്ള നഗരങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റി. അല്ലെങ്കിൽ ബാംഗ്ലൂർ, ഇവിടുന്ന് 4-5 മണിക്കൂർ മതി ബാംഗ്ലൂരിൽ. ചുരുങ്ങിയത് 50,000 രൂപ സാലറി നമുക്ക് കിട്ടും നന്നായി പഠിച്ചൊരുങ്ങിയാൽ. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മുടെ അപ്പച്ചനോടും അമ്മച്ചോടൊക്കെ കൂടെ ഒരുമിച്ച് നമ്മുടെ കുടുംബത്തിൽ തന്നെ ആയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാതെ നമ്മൾ കാനഡയിലും UK-യിലും ഒക്കെ പോയി അവിടെ പോയി കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. ഇന്ന് അവിടേക്ക് പോയി എത്രയോ പേരാണ് ഇന്ന് മടങ്ങി വരുന്നത് അറിയാമോ? അവിടുത്തെ ജോലി നഷ്ടപ്പെട്ട് പലരും മടങ്ങി വരികയാണ്. ഓക്കെ, അതൊരു വിഷയം. നമ്മുടെ ക്രിസ്ത്യാനികൾ നമ്മുടെ ഈ നാട്ടിൽ തഴച്ചു വളരണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഓക്കെ, വേറൊരു വിഷയത്തിലേക്ക് ഞാൻ വരാൻ പോവുകയാണ്. പലരും പറയാറുണ്ട് പഠിക്കാൻ സമയം കിട്ടുന്നില്ല. ശരിയല്ലേ? പഠിക്കാൻ സമയം കിട്ടുന്നില്ല. നമ്മുടെ പഠിക്കാനുള്ള സമയം എങ്ങനെയാണ് കിട്ടാത്തത്? നമുക്കൊരു ദിവസം 24 മണിക്കൂറുണ്ട്. നിങ്ങൾ ഉറങ്ങുന്നത് എത്ര മണിക്കൂറാണ്? ഉറക്കം എത്ര മണിക്കൂർ ഉറങ്ങുന്നത്? എത്ര മണിക്കൂർ ഉറങ്ങണമെന്നാണ് സയൻസ് പറയുന്നത്? 7-8 മണിക്കൂർ. 7 അല്ലെങ്കിൽ 8 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ബാക്കി എത്ര മണിക്കൂർ ഉണ്ടാവും? 24-ൽ നിന്ന് 8 മണിക്കൂർ പോയാൽ പെട്ടെന്ന് പറ, 16 മണിക്കൂറുണ്ട്. 16 മണിക്കൂറുണ്ട് ബാക്കി. നമ്മുടെ സ്കൂളിൽ പോകുന്ന ഒരു ദിവസമാണെങ്കിൽ സ്കൂളിന് വേണ്ടി നമ്മൾ 10 മണിക്കൂർ മാറ്റിവെച്ചു. സ്കൂളിൽ എത്തിക്കഴിഞ്ഞ് 10 മണിക്കൂർ. ബാക്കി എത്ര മണിക്കൂറുണ്ട്? 16-ന്ന് 10 പോയാൽ 6 മണിക്കൂർ ബാക്കിയുണ്ട്. ഈ 6 മണിക്കൂറിൽ മറ്റു പല കാര്യങ്ങൾക്കും, വീട്ടിൽ കുളിക്കാനുണ്ട്, ഭക്ഷണം കഴിക്കാനുണ്ട്, ഡ്രസ്സ് വാഷ് ചെയ്യാൻ, എല്ലാത്തിനും നമ്മളൊരു 2 മണിക്കൂർ മാറ്റിവെച്ചു. പിന്നെ എത്ര മണിക്കൂറുണ്ട്? 4 മണിക്കൂറുണ്ട്. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, സ്കൂളിൽ പോകുന്ന ഒരു ദിവസം നമുക്ക് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം നമുക്ക് 4 മണിക്കൂർ എന്തായാലും ഉണ്ട്. സ്കൂളിൽ പോയി ഓൾറെഡി നമ്മൾ പഠിക്കുന്നുണ്ട്, മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ട് 4 മണിക്കൂർ നമുക്കുണ്ട്. പക്ഷെ പല കുട്ടികളുടെ ഒരു പരാതിയാണ് എന്ത്? പഠിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. ഉണ്ടോ? പരാതി ഉണ്ടോ നിങ്ങൾക്ക്? പഠിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? ഇവന് പരാതിയുണ്ട് അല്ലേ? പഠിക്കാൻ സമയം കിട്ടുന്നില്ല. അതെന്താണ്? കളിക്കാൻ പോകും ഇടയ്ക്കിടയ്ക്ക്. എന്ത് കളികളാണ്? മൊബൈൽ ഗെയിമാണോ? അല്ല, ഫുൾ ടൈം വീട്ടിൽ കളിയാണോ? ഫുൾ ടൈം കളിയാ? അപ്പൊ എന്ത് ചെയ്യൂടാ? പഠിച്ച് മാർക്ക് കിട്ടണ്ടേ? പപ്പ വഴക്ക് പറയല്ലേ? പപ്പ വഴക്ക് പറയും. അപ്പോഴോ അടിയൊക്കെ തരുവോ? ചൂടിലൊക്കെ അടി തരുവോ? അടി തരും. ഓക്കെ, ഇപ്പൊ എത്രാം ക്ലാസ്സിൽ? 7-ലാണ് പഠിക്കുന്നത് അല്ലേ? 7-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 8, 9, 10 കുറച്ച് മാറ്റം വരുത്തണം. ഓക്കെ, കുറച്ച് പഠിക്കാൻ, കളികളൊക്കെ മാറ്റിവെച്ച് കുറച്ച് പഠിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തണം. ഓക്കെ, അപ്പം മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളെയാണ് ഞാൻ ഫോക്കസ് ചെയ്ത് പറയുന്നത്. നമ്മൾ സമയം കണ്ടെത്തണം. ഡെയിലി 4 അവർ നമുക്ക് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ 4 അവറിൽ ഇന്നത്തെ കാലഘട്ടത്തിന് നമുക്ക് മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, മറ്റു പല സോഷ്യൽ മീഡിയാസ്, പല വിഷയങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിഷയമുണ്ട് എങ്കിൽ പോലും അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മൾ സ്വതന്ത്രമായി ഒന്ന് മോൾഡ് ചെയ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പഠനത്തെ കവർ ചെയ്യുന്ന, പഠനത്തെ കാർന്നു തിന്നുന്ന ചില വിഷയങ്ങൾ, യൂട്യൂബ് കാണല്,
സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇതൊക്കെ നമ്മൾ അഡിക്റ്റുകളായി പോകരുത്. സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, അല്ലേ, വാട്സപ്പിലൊക്കെ നമുക്ക് എന്താണ്, വാട്സപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കിയാൽ ശരിയാവില്ല. വാട്സപ്പിൽ എന്ത് മെസ്സേജാ വന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ചില പിള്ളേർ പറയുന്നതാണ്, വാട്സപ്പിൽ അച്ഛൻ്റെയും അമ്മച്ചിയുടെയും ഒക്കെ വാട്സപ്പിൽ വരുന്ന മെസ്സേജ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് തോണ്ടിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നാൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരിക്കലും സ്ക്രീൻ, ഈ മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ എന്ന് പറയുന്നത് കണ്ണുകൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. കണ്ണുകൾക്ക് വലിയ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിന്റെ സെല്ലുകളെ അത് നശിപ്പിക്കുന്നുണ്ട്. ചിന്തകൾ, ബുദ്ധി, മെമ്മറി, ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ പഠിച്ച് നല്ല മാർക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ, വാട്സപ്പ്, ഇന്റർനെറ്റ്, മൊബൈൽ ഫോണിന്റെ ഉപയോഗം നമ്മൾ കൺട്രോൾ ചെയ്തേ പറ്റൂ. നമ്മുടെ മനസ്സിന്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇന്ന് ഈ ഉണ്ടാക്കിയിരിക്കുന്ന, ഈ വാർത്താ മാധ്യമ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മൊബൈൽ ഫോണിന്റെ അതിപ്രസരം എന്ന് പറയുന്നത്. ആദ്യമൊക്കെ ചെറിയ കോളുകൾ മാത്രം, ജസ്റ്റ് കോൾ ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് മൊബൈൽ ഫോണിൽ നമുക്ക് ചെന്നെത്താൻ പറ്റാത്ത വിധത്തിലുള്ള, നമുക്ക് ഒത്തിരി അറിയാത്ത കാര്യങ്ങൾ വരെ ഈ മൊബൈൽ ഫോൺ ഇന്ന് ഒളിച്ചു വെച്ചിട്ടുണ്ട്. മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അതിൻ്റെ ഉള്ളിലുള്ള ഉള്ളറകളിലേക്ക്, അതിൻ്റെ അഗാധ പാണ്ഡിത്യത്തിലേക്ക്, അതിൻ്റെ ടെക്നോളജിയിലേക്കൊക്കെ പോയി പഠിക്കുന്നതിനൊന്നും ഒരു എതിർപ്പും പറയുന്നില്ല. പക്ഷേ അതിൽ നമ്മളെ നശിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇന്റർനെറ്റില് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മളെ നശിപ്പിക്കുന്ന, നമ്മുടെ ഏകാഗ്രത നശിപ്പിക്കുന്ന, നമ്മുടെ നല്ല സ്വഭാവം നഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് നമ്മൾ വിടുതൽ ചെയ്യണം, മാറി നിൽക്കണം. അതിൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒത്തിരി അറിവുകളുണ്ട്. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം, ChatGPT പോലുള്ള സാധനങ്ങൾ, അല്ലെ, കേട്ടിട്ടില്ലേ? ChatGPT അറിയോ? ChatGPT ഇപ്പൊ ഹയർ സ്റ്റഡീസിലൊക്കെ പ്ലസ് ടു പിള്ളേർക്കൊക്കെ അറിയാം, ഇല്ലേ? ChatGPT അറിയില്ലേ? നിങ്ങളിപ്പോ സെമിനാറൊക്കെ ചെയ്യുന്നത്, അല്ലെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊരു അറിവ് വേണമെങ്കിൽ അത് ടൈപ്പ് ചെയ്യുന്നു, പെട്ടെന്ന് നമുക്ക് തരും, അതിന് മറുപടി തരും. കാലം മാറി. ഇപ്പൊ എന്റെ ക്ലാസ്സിൽ ഞാൻ സെമിനാർ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെ അസൈൻമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ, ChatGPTയോട് പറയുന്നു, അവർ ടൈപ്പ് ചെയ്യുന്നു, ഇന്ന വിഷയത്തില് ഒരു അസൈൻമെന്റ് എഴുതി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൈൻമെന്റ് ChatGPT എഴുതി തരും. അത് പ്രിന്റ് എടുത്താൽ മതി. പ്രിന്റ് എടുത്ത് വരുന്നു, ഞാൻ കൊണ്ടുവരുമ്പോൾ തന്നെ ഞാൻ ചോദിക്കും, ഇത് ChatGPT അല്ലേ? കുട്ടി പറയും ChatGPT തന്നെയാണ്. പക്ഷെ അത് അംഗീകരിക്കാതിരിക്കാൻ വയ്യ ഇന്നത്തെ മാറ്റത്തിനനുസരിച്ച്. പറഞ്ഞു മനസ്സിലായില്ലേ? നമുക്ക് അംഗീകരിക്കാൻ നമ്മൾ സൈൻ കൊടുക്കും. അപ്പൊ നല്ല വശങ്ങളും ഉണ്ട് ഈ മൊബൈൽ ഫോണിനകത്ത്. പക്ഷെ നമ്മളെ ചീത്തയാക്കുന്ന പല കാര്യങ്ങളും മൊബൈൽ ഫോണിലുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് ചീത്തയായ കാര്യങ്ങൾ. അപ്പൊ പോസിറ്റീവായ നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന നല്ല കാര്യങ്ങൾ ഇന്റർനെറ്റും മൊബൈൽ ഫോണിലും സോഷ്യൽ മീഡിയയിലൊക്കെയാണ്, അതൊക്കെ നമ്മൾ ഉപയോഗിക്കുക. മറ്റുള്ളതൊക്കെ നമ്മൾ മാറ്റിവെക്കുക. നമ്മൾ സ്നേഹിക്കേണ്ടത് ഈ മൊബൈൽ ഫോണിനെ അല്ല. നമ്മൾ പല കുട്ടികളും മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാത്ത, അല്ലെ മൊബൈൽ ഫോൺ മാറ്റിവെച്ചതിന്റെ പേരിൽ അച്ഛനെയും അമ്മയും അടിക്കുന്ന, അല്ലെ അച്ഛനും അമ്മയും മർദ്ദിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പത്രങ്ങൾ വായിച്ചാൽ മതി. മൊബൈൽ ഫോൺ മാറ്റിവെച്ചതിന്റെ പേരിൽ അച്ഛനെയും അമ്മയും മർദ്ദിക്കുന്ന മക്കൾ. അപ്പം ആ കുട്ടിക്ക് ആരോടാണ് താല്പര്യം? അച്ഛനോടോ അമ്മയോടാണോ മൊബൈൽ ഫോണിനോടാണോ താല്പര്യം? അല്ലെ, ആ കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവായി എന്ത് മാറി? മൊബൈൽ ഫോൺ മാറി. അച്ഛനും അമ്മയ്ക്കല്ല പ്രാധാന്യം, സ്നേഹബന്ധങ്ങൾക്കല്ല പ്രാധാന്യം, മൊബൈൽ ഫോണിനാണ് ആ കുട്ടി പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ നമ്മളെ പഠനത്തെ ബാധിക്കുന്ന ഒരു സംഗതിയാണ് മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോണിന്റെ ഉപയോഗത്തില് ഒരു സമയക്രമം കാണണം, ഒരു സമയനിഷ്ഠ കാണിക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടതല്ല പറഞ്ഞ, മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയാൻ നിങ്ങൾ എന്നോട് പിണങ്ങും. അതുകൊണ്ട് ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. മൊബൈൽ ഫോൺ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് പഠിച്ചു മടുക്കുമ്പോൾ നമുക്ക് പഠനത്തിനൊരു സമയം, ഒരു അരമണിക്കൂർ തുടർച്ചയായി പഠിക്കുക. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചില വിഷയങ്ങൾ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ്,
അത് വായിച്ച ഒരു 25 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഒക്കെ തുടർച്ചയായി വായിക്കുക. നമ്മുടെ മനസ്സിൽ നല്ല ലക്ഷ്യബോധത്തോടു കൂടി ലക്ഷ്യം വേണം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾക്ക് നമ്മുടെ അച്ഛനെയും അമ്മയും വലിയ സപ്പോർട്ടായി നമ്മൾ മാറണമെന്നുള്ള ഒരു ലക്ഷ്യം നമുക്കുണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടണം, ജീവിതത്തിൽ ഒരു നിലയിലെത്തണം. നമുക്കറിയാം, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ടാക്കി തന്ന വീടും സമ്പത്തും ഒക്കെയാണ്. അത് നഷ്ടപ്പെടണമെങ്കിൽ അധികം സമയമൊന്നും വേണ്ട. അപ്പൊ ആ അച്ഛനും അമ്മയെയും സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് നമ്മുടെ ചുറ്റുമുള്ള ഈ സമ്പത്തൊക്കെ. അപ്പൊ അത് സംരക്ഷിക്കാനും അത് വളർത്തുവാനുമുള്ള ഉത്തരവാദിത്വമുണ്ട്. ദൈവകൃപയാൽ ദൈവത്തോട് നിന്നുകൊണ്ട്, പ്രാർത്ഥനാ രൂപയിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നമ്മൾ നശിപ്പിക്കുകയല്ല, അടിച്ചുപൊളിച്ച് നശിപ്പിക്കുകയല്ല, അത് വർദ്ധിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മൾ പഠനത്തിൽ പഠിച്ച് ഒരു നല്ല ജോബ് നേടാൻ വേണ്ടിയിട്ട്, നല്ല പ്രൊഫഷനിലേക്ക് എത്താൻ വേണ്ടി നല്ല ഒരുക്കം ആവശ്യമാണ്. അപ്പോൾ 1/2 മണിക്കൂർ നമ്മൾ പാഠപുസ്തകം എടുത്ത് പഠിക്കുന്നു. 1/2 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ TV കാണാം, വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുക്കളയിൽ പോയി അച്ഛനോട് അമ്മച്ചിയോട് അല്ലെങ്കിൽ അമ്മച്ചി എന്താണ് അടുക്കളയിൽ ചെയ്യുന്നത് കറി വെക്കുകയാണെങ്കിൽ ആ കറി വെക്കുന്ന കൂടെ അല്ലെങ്കിൽ കറിക്ക് അരിയാനോ സാമ്പാറിന് കഷ്ണം അരിയാനോ ഒക്കെ മുറിക്കാനോ ഒക്കെ ആയിട്ട് അമ്മയെ പോയി സഹായിക്കാം. അമ്മയുടെ അടുത്ത് പോയി സൗഹാർദ്ദം പറയാം, അമ്മയോട് സ്നേഹം പങ്കിടാം. അല്ലെങ്കിൽ ഉമ്മറത്ത് മുൻപിലത്തെ റൂമിലിരിക്കുന്ന പപ്പയുടെ അടുത്ത് പോയിട്ട് സൗഹാർദ്ദം പറയാം, സ്നേഹം പങ്കുവെക്കാം. അപ്പൊ നിങ്ങൾ റിലാക്സ് ആയി പഠിച്ചു മടുത്തത് നിങ്ങൾക്ക് അവിടെ എന്താണ് റിലാക്സ് ചെയ്യാൻ പറ്റും. തുടർച്ചയായിരുന്നു പഠിക്കുകയൊന്നും വേണ്ട. ഒരു 1/2 മണിക്കൂർ പഠിക്കുക, 1/2 മണിക്കൂറിന് ശേഷം 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. വീണ്ടും എന്ത് ചെയ്യുക, എന്താണ് റിലാക്സിന് ശേഷം വീണ്ടും പഠനമുറിയിലേക്ക് വന്ന് കസേരയിൽ ഇരുന്ന്, നിങ്ങൾക്കൊക്കെ സ്വന്തമായി പഠനമുറിയൊക്കെ ഉണ്ടാവുമല്ലോ അല്ലെ? പഠനമുറി ടേബിളിൽ ഒരു കുരിശ്, ഒരു കൊന്ത, എന്താണ് ബൈബിളൊക്കെ വെച്ചിട്ടാണോ പഠിക്കുന്നത്? ക്രിസ്ത്യാനികളാണ് നമ്മൾ. ഓക്കെ, നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഈശോട് ഒരു 5 മിനിറ്റ് സംസാരിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ടോ? നെട്ടപ്രാണ പോയിട്ട് പഠിക്കാതിരിക്കുകയാണോ ചെയ്യുന്നത്? നമ്മൾ അങ്ങനെ പറയാലേ, നെട്ടപ്രാണ പോയി ഇരുന്നിട്ട് പഠിക്കാൻ തുടങ്ങിയാൽ പഠിക്കാൻ പറ്റുമോ? ശാന്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ശാന്തതയോടുകൂടി പഠനമുറിയിൽ കടക്കുകയും കസേരയിലിരിക്കുകയും ഈശോയുടെ മുമ്പിൽ കണ്ണുകൾ അടച്ച്, കർത്താവേ, ഈശോയെ, എൻ്റെ ഓർമ്മ, എൻ്റെ ബുദ്ധി, എൻ്റെ ചിന്തകൾ എല്ലാം അങ്ങ് നിയന്ത്രിക്കണമേ. ഞാൻ പഠിക്കാൻ പോകുന്ന ഈ വിഷയം എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ ഉറപ്പിക്കുവാനുള്ള കൃപ തരണമേ എന്ന് 1, 2 അല്ലെങ്കിൽ 5 മിനിറ്റ് നേരമോ നന്നായി ഈശോയോട് മനസ്സലിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടിരുന്ന് നിങ്ങൾ പഠിച്ചോ, ഉറപ്പാണ് ഏത് കട്ടിയുള്ള വിഷയവും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. യാതൊരു സംശയം വേണ്ട. നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വിഷയം മാറ്റിവെക്കുകയല്ല വേണ്ടത്. നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ആ കോൺഫിഡൻസോടുകൂടി കർത്താവിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മൾ ആ പുസ്തകം എടുത്ത് വായിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ പഠിക്കാൻ പറ്റുന്നില്ല, ഇപ്പൊ ഫിസിക്സ് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഓർക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാറ്റിവെക്കുകയല്ല. നിരന്തരമായി ഈ പുസ്തകം മാറ്റിവെച്ച് കഴിഞ്ഞാൽ പിന്നെ പഠിച്ചെടുക്കാൻ പറ്റുമോ? റിവിഷൻ എടുത്ത് പഠിക്കാൻ പറ്റുമോ? എപ്പോഴെങ്കിലും പഠിച്ച അവസാനം പബ്ലിക് എക്സാമിന്റെ തലേദിവസം എടുത്ത് പുസ്തകം എടുത്ത് വായിക്കാൻ നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവുമോ? നമ്മൾ നിരന്തരമായി നമ്മൾ എന്ത് ചെയ്യണം? ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം. ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് മുൻപന്തിയിലേക്ക് കടന്നു വരാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയം ഇതായിരുന്നു, പഠിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ള കുട്ടികളുടെ പരാതി. അത് നമുക്ക് പരിഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ യൂട്യൂബിന് വേണ്ടിയും സോഷ്യൽ മീഡിയയ്ക്കൊക്കെ വേണ്ടി മാറ്റിവെക്കുന്ന സമയം നമ്മൾ കുറയ്ക്കണം. ഇപ്പൊ ഈ ഇരിക്കുന്ന കുട്ടികളിലൊക്കെ മിക്കവാറും എല്ലാവരും തന്നെ ക്ലാസ്സിലൊക്കെ ടോപ്പേഴ്സ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? ഹാഫ് ഇയർലി പരീക്ഷ, ഇപ്പൊ ക്വാർട്ടർലി പരീക്ഷ കഴിഞ്ഞു അല്ലെ? ഇനിയിപ്പം ഹാഫ് ഇയർലി വരാൻ പോകുന്നു. അപ്പൊ ഓണപരീക്ഷ കഴിഞ്ഞു. ഓണപരീക്ഷയിലൊക്കെ ക്ലാസ്സിലൊക്കെ ടോപ്പേഴ്സ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ടോപ്പറാണോ? ക്ലാസ്സിൽ ഫസ്റ്റ് ആണോ? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? +1 +2 +1 ആണ് ഇപ്പം.
+2 ആണ്. ഏത് കൊമേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്? ഓക്കെ. SLC ഫുൾ A+ ആയിരുന്നോ? CBC ആയിരുന്നു. CBC എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു? 91%. കൊമേഴ്സ് ഡിസൈഡ് ചെയ്തു. എന്താണ് കൊമേഴ്സ് എന്ന വിഷയം എടുക്കാനുള്ള കാരണം എന്താണ്? ഒന്ന് എണീറ്റ്. എനിക്ക് സയൻസ് മേഖലയോട് എന്നെക്കാട്ടിലും താല്പര്യം കോമേഴ്സിനോടാണ്. പിന്നെ അക്കൗണ്ടിങ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുള്ളതുകൊണ്ട് അക്കൗണ്ടിങ് മേഖലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് BCom ചെയ്യാൻ വേണ്ടിയിട്ട് കോമേഴ്സ് സബ്ജക്റ്റ് എടുത്തു. ആ ഉണ്ട്. 9 പേപ്പർ പാസ്സാണ്. CA അല്ലെങ്കിൽ ഞാൻ ACCA ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മോളുടെ പേരെന്ത്? സെറീനയ്ക്ക് എന്തായാലും നല്ലൊരു പ്ലാനിങ് ജീവിതത്തെ കുറിച്ചുണ്ട്. കൃത്യമായ ഡിസിഷൻ. 91% CBC എന്ന് പറഞ്ഞാൽ നല്ല ടോപ്പ് മാർക്കാണ്. അവൾ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി കൊമേഴ്സ് എടുത്തു. CA അറിയാലോ, ഏറ്റവും എന്താണ് ജോബ്, അല്ലെങ്കിൽ പെട്ടെന്ന് ജോബ് കിട്ടുന്ന, നല്ല സാലറി ലഭിക്കുന്ന, എല്ലാ ബാങ്കുകാരും കൊത്തി എടുത്തുകൊണ്ട് പോകുന്ന ഒരു ജോബാണ് CA. അപ്പോൾ 9 പേപ്പറുകൾ പാസ്സാവണമെന്നും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സെറീനയ്ക്ക് അറിയാം. ഇതുപോലെ നല്ല ഒരു പ്ലാനിങ്ങോട് കൂടി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇനി പുറത്തേക്ക് പോയാലും നല്ല സ്കോപ്പാണ് കേട്ടോ. പുറത്തേക്ക് പോകണമെന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കുകയില്ല. പക്ഷേ കാരണം നമ്മൾ കേരളത്തിൽ തന്നെ നിൽക്കണം. നമുക്ക് ഇഷ്ടം പോലെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടല്ലോ. നമുക്ക് സ്വന്തമായ ചില സ്റ്റാർട്ടപ്പിലൂടെ തന്നെ നമുക്ക് ജോബ് ഇവിടെ കേരളത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. വ്യതിയൊരുക്കെ ചെയ്യാൻ പറ്റും. നമ്മളിവിടെ അപ്പനും അമ്മച്ചിയുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മുടെ അപ്പനും അമ്മച്ചിയും നമ്മുടെ കൂടെയുള്ള. പിന്നെ നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യം? പിതാവായ ക്രിസ്തു കൂടി നമ്മുടെ കൂടെയുണ്ട്. പിന്നെ പേടിക്കേണ്ട ആവശ്യമുണ്ട്? നമ്മൾ അവിടെ പോയി UK-യിലും കാനഡയും പോയി തണുപ്പത്ത് ചൂടത്ത് കിടന്നിട്ട് നശിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇപ്പം കെട്ടും കിടക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോരുക പോയവരൊക്കെ, അല്ലേ? അറിയുന്നില്ലേ? അവിടെയൊക്കെ നിയമങ്ങൾ മാറുകയാണ്. പലരും ഇങ്ങോട്ട് പോരുകയാണ്. എത്രയോ ലക്ഷങ്ങൾ ലോൺ എടുത്തിട്ടാണ് പലരും പോയെന്ന് പറയും. 10-40 ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ടാണ് അവർ ലോൺ എടുത്ത് പോയിട്ട് കഷ്ടപ്പെടുകയാണ്. അവർ താമസത്തിന് പോലും അവർ സൗകര്യമില്ല പലയിടത്തും. പലരുമൊക്കെ ഒരു റൂമിൽ 4-5 പേരിങ്ങനെ കിടക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ അവിടെ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു 5 വർഷമായി വലിയ പ്രതിസന്ധികളാണ് ഈ കാനഡ UK ഭാഗത്തൊക്കെ ഉള്ളത്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളൊക്കെ അവിടെ വലിയ ദ്രോഹം മറ്റു മതസ്ഥരുടെ ഇടയിൽ നിന്ന് അനുഭവപ്പെടുന്നു എന്നാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലൊക്കെ വലിയ വിഷയങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും നമുക്കിത്രയേ ഉള്ളൂ. പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നമുക്കുള്ള കഴിവ് അത് മാക്സിമം ഉപയോഗിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ ബലഹീനത എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കുറവുകൾ എന്താണെന്ന് തിരിച്ചറിയണം. നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ലേ? നമ്മുടെ ഏത് വിഷയത്തിലാണ് നമ്മുടെ ന്യൂനത? ഏത് വിഷയമാണ് പഠിക്കാൻ എനിക്ക് കുറച്ച് പോരായ്മ എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുമ്പം, പ്രത്യേകിച്ച് SLC ഫുൾ A+ നേടാം, അല്ലെങ്കിൽ +2 ഫുൾ A+ നേടാം, അല്ലെങ്കിൽ PC നേടണം എന്നുള്ള രീതി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് മെമ്മറി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എൻ്റെ മെമ്മറി പവർ, ഓർമ്മശക്തി, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധി, അതൊക്കെ എന്താ എനിക്ക് മറ്റു കുട്ടികളുടെ ഒപ്പം എനിക്ക് എത്താൻ പറ്റുന്നില്ലേ എന്നതിനെ കുറിച്ച് നമ്മൾ സ്വയം വിലയിരുത്തുന്നത് നല്ലതാണ്. അവനവന്റെ ന്യൂനത, കുറവ് തിരിച്ചറിയുക എന്നുള്ളത് അവനെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കും. അത് എങ്ങനെയാണ്? നമുക്ക് അല്പം ബുദ്ധി കുറവാണ്, നമുക്കറിയാം. ചിലപ്പോൾ അവനവൻ തിരിച്ചറിയാൻ അല്പം ബുദ്ധി കുറവാണ്, മെമ്മറി കുറവാണ് എന്ന് അവൻ തിരിച്ചറിഞ്ഞാൽ അവൻ എങ്ങനെ അത് മറികടക്കാൻ പറ്റും? എങ്ങനെയാണ് മറികടക്കാൻ പറ്റുക? നമ്മളൊരു സമർത്ഥനായ ഒരു ലീഡറിനെ പോലെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. നിന്റെ പേരെന്ത് പോലെ? ഡാനിഷ് എവിടെ പഠിക്കുന്നത്? വിദ്യാനഗർ എവിടെ? നായമാർമല +2-ലാണ്. ഓക്കെ, ഡാനിഷ് ഇവിടെ നിന്ന് നായമാർമല പോയി പഠിക്കുന്നു അല്ലേ? അപ്പം എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു പോയതാണ്, നമ്മുടെ ബുദ്ധിക്ക് കുറവുണ്ട് എന്ന് ഒരു കുട്ടി മനസ്സിലാക്കുന്നു. മെമ്മറി, ഓർമ്മശക്തി കുറവുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ ആ കുട്ടിക്ക് എങ്ങനെയായിരിക്കും അതിനെ മറികടക്കാൻ പറ്റുക? തിരിച്ചറിയണല്ലോ. എല്ലാ കുട്ടികൾക്കും ഒരു ചിന്തയുണ്ട്, എനിക്ക് ബുദ്ധി കുറവാണ്, മെമ്മറി കുറവാണെന്നൊക്കെ ഒരു ബോധം അല്ലേ? ചിലപ്പോൾ ചിന്ത വരും. എങ്ങനെ നമുക്ക് അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റും? വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. നല്ല ബോധ്യമുണ്ട് ഡാനിഷിന്. ഡാനിഷ് വളരെ സമർത്ഥനാണ്. യെസ്, ഹാർഡ് വർക്ക്. ഹാർഡ് വർക്കിന്റെ മലയാളം എന്താ? കഠിനാധ്വാനം. ഹാർഡ് വർക്ക്.
നമ്മുടെ കുറവുകളെ നമ്മൾ ഹാർഡ് വർക്ക് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മറികടക്കണം. ഹാർഡ് വർക്ക്, അല്പം സ്ട്രെയിൻ എടുക്കേണ്ടി വരും. ചിലപ്പോൾ 8 മണിക്കൂർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. 2 മണിക്കൂർ ഉറക്കം കട്ട് ചെയ്യണം. എന്നിട്ട് 6 hour ആക്കി മാറ്റണം. കഴിഞ്ഞ വർഷം പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ വർഷം SLC-യിൽ ഫുൾ മാർക്ക് നേടിയ 600 മാർക്ക് നേടിയ ഒരു കുട്ടി, അല്ലെ, പെൺകുട്ടി. അവൾ എന്താണ്, യൂട്യൂബിൽ എവിടെ ഞാൻ കണ്ടതാണ്, അവൾ ഉറങ്ങിയത്, അതായത് ഒരു ദിവസം അവൾ പഠിച്ചത് 18 മണിക്കൂറാണ്. 18 മണിക്കൂർ. ചിന്തിക്കണേ, 600 മാർക്കാണ്, അല്ലെ? CBC 600 അല്ലേ? 500 ഓക്കെ, 500 മാർക്ക് ആ കുട്ടി നേടി. ആ കുട്ടി ഒരു ദിവസം പഠിച്ചത്, അവൾ പറയുകയാണ്, 18 മണിക്കൂർ ഡെയിലി പഠിച്ചിരുന്നു. അങ്ങനെയാണ് 500 മാർക്ക് നേടിയത്. അപ്പൊ ഹാർഡ് വർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഹാർഡ് വർക്ക് എന്ന് പറയുമ്പം ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. യുവർ ഓൺ സ്റ്റൈൽ, മേക്ക് യുവർ ഓൺ സ്റ്റൈൽ. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റൈലുകൾ നിങ്ങൾക്ക് കണ്ടെത്താം. പക്ഷേ നിങ്ങൾ വിശ്വാസം ഉണ്ടാവണം. ഹാർഡ് വർക്കിലൂടെ എൻ്റെ ഈ ഡ്രോബാക്സ് ഞാൻ മറികടക്കുമെന്ന് കുട്ടിക്ക് ബോധ്യം ഉണ്ടാവണം. അതായത് ചില കുട്ടികൾ പലപ്പോഴും ചോദിക്കുമ്പം എപ്പോഴാണ് കിടന്നുറങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഞാൻ രാവിലെ 3 മണിക്കാണ് കിടന്നുറങ്ങിയത്. എന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് എപ്പോഴാണ് രാത്രി ഇരുന്ന് പഠിക്കുന്ന ആൾക്ക് ആണ് അവർക്ക് ഇഷ്ടം. രാത്രി ഇരുന്ന് പഠിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. വേറെ ചില കുട്ടികളോട് ചോദിക്കും, പറയും, ഞാൻ 9 മണിക്ക് കിടന്നു, രാവിലെ 2 മണിക്ക് എണീറ്റിരുന്ന് പഠിച്ചു. ഓരോരുത്തർ ഓരോ രീതിയാണ്. നമ്മൾ പലപ്പോഴും എന്താണ്, റാങ്ക് ഫുൾ A+ നേടുന്ന കുട്ടികളെ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നും. അസൂയപ്പെട്ടൊരു കാര്യമുണ്ടോ? ഫുൾ A+ നേടുന്ന കുട്ടി അല്ലെങ്കിൽ ഹയർ റാങ്ക് നേടുന്ന കുട്ടി ആ ലെവലിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഹാർഡ് വർക്കിലൂടെയാണ്. നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്തു? കിടന്നുറങ്ങി. നമ്മൾ ആ സമയത്ത് മൊബൈൽ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നു. വേറൊരു കുട്ടി ഫുൾ A+ഉം നല്ല റാങ്കും നേടിയിട്ട് നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കണം. നല്ല പ്ലാനിങ്ങോടുകൂടി, നല്ല കോൺഫിഡൻസോടുകൂടി നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ ലക്ഷ്യത്തിൽ എത്താൻ നമുക്ക് പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു തീരുമാനം എടുക്കണം. നമ്മൾ ക്രിസ്ത്യാനികളാണ്. നമ്മൾ പൊതുസമൂഹത്തിൽ നമ്മൾ പിറകോട്ട് നമ്മളെ പുറന്തള്ളുന്നുണ്ടോ എന്ന കാര്യത്തിൽ ചില സംശയത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത്. കൃത്യമായ ചിന്തകളോട് കൂടി തന്നെയാണ് നമ്മുടെ സഭ മുന്നോട്ട് പോകുന്നത്. നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി പോകേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മൾ നന്നായി പഠിച്ച് നമുക്ക് എത്താൻ പറ്റുന്ന ആ ഉന്നത മേഖലയിലൊക്കെ തന്നെ നമുക്ക് എത്തിപ്പെടുവാൻ നമുക്ക് സാധിക്കണം. അതിന് നമ്മൾ സമയം നന്നായിട്ട് വിനിയോഗിക്കണം. നമ്മുടെ ചുറ്റുമൊക്കെ തന്നെ മറ്റു പലരും ചതിക്കുഴികൾ കുഴിച്ച് കാത്തിരിക്കുകയാണ് നമ്മളെ പുറന്തള്ളാൻ വേണ്ടി. ആ ചതിക്കുഴികളിൽ ഒന്നും വീഴാതെ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നല്ല ജാഗ്രതയോടുകൂടി ഇക്കാലത്ത് പോയേ പറ്റൂ. അല്ലാതെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ വേറെ പലരെയും കാണുമ്പോൾ പലതും അല്ലെ, നല്ല തൊലിവെളുപ്പ് കാണുമ്പോൾ അകം വെള്ളയാണോ എന്നൊന്നും നോക്കിയല്ല, അകമാണ് കൃത്യമായി വെള്ള ഉണ്ടാവേണ്ടത്. ചതിക്കുഴിയിൽ വീഴുന്നു. ആൺകുട്ടികൾ മോശമല്ല, ചതിക്കുഴിയിൽ പെട്ടുപോകുന്നു അല്ലേ? ഇല്ല, പെട്ടുപോകരുത്. പെട്ടാൽ പെട്ടതാണ്, പിന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ച് കാത്തിരിക്കുന്ന അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോരുത്. അവർക്കാകെ നിങ്ങൾ ഈ 2 കുഞ്ഞുങ്ങളെ, 2 മക്കൾ മാത്രമേ ഉള്ളൂ. പണ്ട് നമ്മുടെ ഗ്രാൻഡ് പേരൻസിനൊക്കെ ഒരാൾ പോയാൽ 8, 9, 10 മക്കളുണ്ടായിരുന്നു. ഇപ്പൊ എത്ര മക്കളെ ഉള്ളൂ നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിക്ക്? 1 അല്ലെ 2 അല്ലെ 3. അപ്പൊ പോയാൽ ആർക്കാ നഷ്ടം? നിങ്ങൾക്ക് ഓൾറെഡി നഷ്ടപ്പെട്ടു, അപ്പച്ചനും അമ്മച്ചിക്കും ഉള്ള മക്കളും നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ജീവിതം കട്ടപ്പുകയാകും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ?
അപ്പൊ നമുക്ക് നല്ല ശോഭനമായ നല്ലൊരു ജീവിതം നമുക്കുണ്ട്, നല്ലൊരു ഭാവി നമുക്കുണ്ട്. അത് നമ്മളായിട്ട് നശിപ്പിക്കരുത്. നമ്മൾ നല്ല വിധത്തിൽ ഹാർഡ് വർക്ക് ചെയ്ത് സമയം വിനിയോഗിച്ച് നമ്മുടെ ജീവിതം, നമ്മുടെ ലൈഫ് ഭദ്രമാക്കണം. ഈ ഒരു +2 കാലഘട്ടം വരെ മക്കളെ, ഈ SLC +2 കാലഘട്ടം അതാണ് കുറച്ച് സ്ട്രെയിനുള്ള, അല്പം മെനക്കെടേണ്ട സമയമെന്ന് പറയുന്നത് ഈ +2 വരെയാണ് അല്ലേ? ക്ലാസ്സിൽ പറയുന്നില്ലേ, അധ്യാപകർ പറയുന്നില്ലേ? പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അല്ലേ? അധ്യാപകർ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. കുറച്ച് ഈ SLC പരീക്ഷ കഴിഞ്ഞിട്ട് അല്ലെ +2 പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ മുഖം കാണുമ്പോൾ നമുക്ക് ദയനീയ അവസ്ഥ തോന്നും. കാരണം ഹയർ സ്റ്റഡീസിന് പോകാൻ വേണ്ടി നെട്ടോട്ട് ഓടുകയാണ്. ഒരു ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നെട്ടോട്ട് ഓടുമ്പം ദുഃഖാർത്ഥമായിട്ട് വരുന്ന കുട്ടികളുടെ മുഖം പലപ്പോഴും നമുക്ക് കാണും, വളരെ വിഷമമാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ക്രൈസ്തവരായ നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമുക്ക് നല്ല ലക്ഷ്യബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം. പഠിച്ച് നമുക്ക് ലക്ഷ്യബോധത്തിലെത്തണം. നമുക്ക് ഉയർന്ന എന്താണ് ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. യെസ്, ഞാൻ 2-3 കാര്യം പഠനവുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടെ പറയുകയാണ്. 2-3 കാര്യങ്ങൾ. ഒന്നാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ ബിലീവ് ഇൻ യുവർ സെൽഫ്. മനസ്സിൽ മാറ്റി, അതായത് മറക്കാതെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ വിശ്വാസം അർപ്പിക്കുക. നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ പോരായ്മകൾ നമ്മൾ കണ്ടെത്തണം. ആ പോരായ്മകളിൽ നിന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ചില കഴിവുണ്ട്. എല്ലാത്തിനും പോസിറ്റീവായി കാണുക. എനിക്ക് അതില്ല ഇതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി നിൽക്കുകയല്ല വേണ്ടത്. എനിക്ക് എൻ്റെ കഴിവുകൾ ഉപയോഗിച്ച്, എൻ്റെ പരമാവധി കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ലക്ഷ്യം നേടും. ബിലീവ് ഇൻ യുവർ സെൽഫ്. ഉള്ള സമയം നന്നായി ഹാർഡ് വർക്ക് ചെയ്യാം. നെഗറ്റീവിന്റെ പുറകെ അല്ല വേണ്ടത്, നമ്മൾ പോസിറ്റീവായ കാര്യങ്ങളുടെ പുറകെ വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം പ്രോപ്പർ പ്ലാനിങ്. നമുക്ക് നല്ല പ്ലാനിങ് വേണം. ഇനി പരീക്ഷയ്ക്ക് SLC +2 ഒക്കെ പരീക്ഷ എഴുതാൻ പോകുന്നവരെ സംബന്ധിച്ച് 2-3 മാസമേ ഉള്ളൂ. ഇനി ഈ 2-3 മാസം, അല്ലെങ്കിൽ പൊതുപരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങളൊക്കെ എന്താണ്, ഇനി 2-3 മാസം ഉള്ളൂ. ക്ലാസ്സിൽ എങ്ങനെ ടോപ്പർ ആവാം, അല്ലെങ്കിൽ ക്ലാസ്സിൽ എങ്ങനെ ഫുൾ A+ നേടാം, എങ്ങനെ ഹയർ സ്റ്റഡീസിന് പോകാം. നല്ല പ്രോപ്പർ പ്ലാനിങ്, കൃത്യമായ പ്ലാനിങ്. എങ്ങനെ സമയം, ഞാൻ ഇനിയുള്ള ദിവസം 10:30, അതായത് എല്ലാ ദിവസവും 10:30 മണി വരെ അല്ലെങ്കിൽ 11 മണി വരെ ഇരുന്ന് പഠിക്കും. രാവിലെ 4 മണിക്ക് എണീക്കും. ഓരോ വിഷയങ്ങളും ഞാൻ കൃത്യസമയത്ത് എടുത്ത് എല്ലാ ദിവസവും അന്നന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ ഞാൻ പഠിക്കും എന്നത് കൃത്യമായി പ്ലാൻ ചെയ്യണം. ചിലവർ രാവിലെ ആയിരിക്കും, അതിരാവിലെ എണീറ്റ് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. ചിലർക്ക് രാത്രി സമയത്ത് എടുത്ത് പഠിക്കുന്ന. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളത് പ്ലാൻ ചെയ്ത് ക്രമീകരിക്കുക. വിജയം താനെ വന്നുകൊള്ളും. അടുത്തത് ലേൺ ആക്റ്റീവ്ലി. നമുക്ക് നമ്മുടേതായ ചില സ്റ്റൈൽ ഉണ്ടാവും. ചിലർക്ക് പഠിക്കുന്ന നല്ല ശബ്ദത്തിൽ വായിച്ചാലും മതിയാവും, അല്ലെ ഉറക്ക പഠിക്കുന്നവരുണ്ടാവും, ഉറക്ക വായിക്കുന്നവര്. ചിലവര് സൈലന്റായി വായിക്കും, ചുണ്ടൊന്നും അനക്കുക. ചിലവർക്ക് വായിക്കുമ്പോൾ ചുണ്ട് അനക്കിക്കൊണ്ട് പഠിക്കുന്നവരുണ്ടാവാം. ചിലവര് വായിക്കുമ്പോൾ, അതെ വേറൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്നില്ല. ഞാൻ ഈ പറയുന്ന ഒരു മോഡൽ നിങ്ങളൊന്ന് നോക്കിക്കോ. വായിക്കുമ്പോൾ നിങ്ങൾ വായിച്ച അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഷോർട്ട് നോട്ട് ഒന്ന് എഴുതി നോക്കി, പഠിച്ചു നോക്കിക്കേ. ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. പഠിച്ച കാര്യങ്ങൾ വെറുതെ വായിച്ചു പഠിക്കല്ല, പഠിച്ച കാര്യങ്ങൾ ഷോർട്ട് നോട്ട്, കുറിപ്പുകൾ എഴുതി അത് വളരെ ക്രമീകൃതമായ രീതിയിൽ ക്രമീകരിച്ച് വെച്ചുകൊണ്ട് ഒന്ന് പഠിച്ചു നോക്കിയേ. ഷോർട്ട് നോട്ട് തയ്യാറാക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ ലേൺ ആക്റ്റീവ്ലി. ആ ഷോർട്ട് നോട്ടുകൾ പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അടുത്തത്, പഠിച്ച കാര്യങ്ങൾ കൃത്യമായ റിവിഷൻ നടത്തുക. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പം
നമ്മൾ ഞാൻ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. എയ്ഡഡ് മുസ്ലിം ചെമ്മനാട് ജമായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ പല കുട്ടികളെയും ഒബ്സർവ് ചെയ്യുമ്പോൾ അവർ ബുദ്ധിയുടെ കാര്യത്തിൽ വളരെ ഉയർന്ന നിലയിലാണ്. മെമ്മറി അല്ലേ, നായമാർമലയ്ക്ക് നിങ്ങൾക്ക് കണ്ടറിയാം, ഡാനിഷ് അല്ലേ, ബുദ്ധി, ഓർമ്മ, മെമ്മറി തോന്നാറുണ്ട്. നിങ്ങൾ അങ്ങനെ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അധ്യാപകരെയാണ് അല്ലേ? ആണോ? മനസ്സ് തുറന്ന് പറയാമോ? ആണോ? യെസ്, നിങ്ങൾക്ക് നല്ല കുട്ടികളാണ്. ഒരുപക്ഷെ ഞാനൊക്കെ പഠിപ്പിക്കുന്ന ഹയർ സെക്കൻഡറിയിലായതുകൊണ്ടായിരിക്കാം, മുതിർന്ന കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം ഒരു പക്ഷേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവുക. ചില കുട്ടികളുടെയൊക്കെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ അധ്യാപകരോട് ഒട്ടും സ്നേഹമില്ലാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. ഒരുപക്ഷെ ആ കുട്ടികൾക്ക് അധ്യാപകരോട് അങ്ങനെ ഒരു സമീപനത്തിന് കാരണം എനിക്ക് പലപ്പോഴും തോന്നാറ്, ക്ലാസ്സിൽ പഠിപ്പിച്ച് പിറ്റേ ദിവസം ചെല്ലുമ്പം ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവൻ്റെ ചില കാര്യങ്ങളിൽ ഇടപെടുന്നു, ശാസിക്കുന്നു, വഴക്ക് പറയുന്നു. നിരന്തരമായി ചില അധ്യാപകർ ചില കുട്ടികളെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് കാണാറുണ്ട്. എന്ന് വെച്ചാൽ അവനെ നന്നാക്കിയെടുക്കുക, നല്ല മകളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി ചില അധ്യാപകർ ചില കുട്ടിയെ ഇങ്ങനെ ഫോളോ ചെയ്യും. ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് ചില കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. ആ കുട്ടിക്ക് അധ്യാപകനോട് അല്ലെ അധ്യാപികയോട് കുറച്ച് കഴിയുമ്പം വെറുപ്പോ ദേഷ്യമോ ഒക്കെ വരുന്നതായിട്ട് കാണാറുണ്ട്. നിങ്ങളെയും ചില അധ്യാപകർ അത്തരത്തിൽ ഫോളോ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി, നിങ്ങൾ നല്ല മാർക്ക് എടുക്കാൻ വേണ്ടി നിങ്ങളെ ഫോളോ ചെയ്യുന്ന നല്ല അധ്യാപകരായിരിക്കും അത്തരത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ അറിയുകയും നിങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് ഇടപെടുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളോട് ഇഷ്ടമുണ്ടായിട്ടാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ നല്ല മാർക്ക് എടുക്കാൻ വേണ്ടിയാണ് അധ്യാപകർ നിങ്ങളോട് സംസാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അധ്യാപകരോട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. പ്രത്യേകിച്ച് ക്ലാസ് ടീച്ചർ അല്ലേ, സ്കൂളിൽ ക്ലാസ് ടീച്ചർ ഉണ്ട്, എല്ലാ കാര്യം ചോദിക്കും അല്ലേ, വൈകിയ ചോദിക്കും, 5 മിനിറ്റ് ലേറ്റ് ആയാൽ ഇടപെടും, പേരൻസിനോട് ഫോൺ വിളിച്ച് ചോദിക്കും എന്തുകൊണ്ടാണ് മോള് ലേറ്റ് ആയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആബ്സെന്റ് ആയത്. അപ്പൊ ഇങ്ങനെയൊക്കെ വിളിച്ചു ചോദിക്കാൻ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അധ്യാപകരും അധ്യാപികമാരും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ അധ്യാപകൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇംപ്രസ്ഡ് ആവാത്തത്? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് അധ്യാപകർ ഇംപ്രസ്ഡ് ആവാത്തത്? നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നു ഈ അധ്യാപകൻ എന്നോട് ദേഷ്യമാണ്, അല്ലെങ്കിൽ എന്നെ കാണുന്ന ഇഷ്ടമല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കും. എന്തുകൊണ്ട്? എങ്ങനെ നമുക്ക് അധ്യാപകരെ ഇംപ്രസ്ഡ് ആക്കാം എന്നാണ് എൻ്റെ ചോദ്യം. എങ്ങനെ നമുക്ക് അധ്യാപകരെ ഇംപ്രസ് ചെയ്യാം? പൊതുവെ അധ്യാപകർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്താണെന്നറിയോ? ക്ലാസ്സിൽ ലേറ്റായി വരുന്നത്. പല കുട്ടികളും ഇന്ന് ലേറ്റാണ്, ശരിയല്ലേ? കൃത്യമായ ടൈമിൽ എത്തിച്ചേരുന്ന കുട്ടികൾ വളരെ കുറവാണ്. ഞാൻ പലപ്പോഴും പല സ്കൂളിൽ ഒബ്സർവ് ചെയ്യാറുണ്ട്, എപ്പോഴും എന്താണ് 10 മിനിറ്റ് ലേറ്റ് ആയിരിക്കും. സ്വാഭാവികമായിട്ട് ലേറ്റായി വരുന്ന കുട്ടിയോട് അധ്യാപകൻ എന്തായിരിക്കും പ്രതികരിക്കുക? ചിരിച്ച മുഖത്തോടെ കൂടി ആയിരിക്കുമോ? പറ്റില്ല. കാരണം ക്ലാസ്സിൽ 50ഓളം കുട്ടികളുണ്ടാവും. ചിലപ്പോൾ ഹയർ സെക്കൻഡറിയിലൊക്കെ ആണെങ്കിൽ 60 കുട്ടികളാണ് ഇരിക്കുന്നത്. അപ്പോൾ 1-2 കുട്ടികൾ ലേറ്റായി വന്നു കഴിഞ്ഞാൽ ആ ക്ലാസ് ഡിസോർഡർ ആവും. അതോടൊപ്പം ഒരു വർക്ക് തന്നു കഴിഞ്ഞാൽ അത് കൃത്യമായ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് സബ്മിറ്റ് ചെയ്യണം. അതായത് ബിഫോർ ടൈം. അതായത് ഏത് ദിവസമാണോ ഒരു വർക്ക് സബ്മിറ്റ് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത്, ആ ദിവസത്തിന് മുമ്പ് തന്നെ സബ്മിറ്റ് ചെയ്ത് അധ്യാപകന്റെ മുമ്പിൽ ഇംപ്രസ്ഡ് ആവുക. അധ്യാപകന്റെ മുമ്പിൽ ഇംപ്രസ് ആവേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ മാർക്കുകൾ, പരീക്ഷയ്ക്ക് കൃത്യമായി മാർക്ക്. ക്ലാസ് ടെസ്റ്റുകളൊക്കെ നടത്തിയല്ലേ? ക്ലാസ് ടെസ്റ്റുകളുടെ മാർക്ക് കൂട്ടിയാണല്ലോ കണ്ടിന്യൂസ് ഇവാലുവേറ്റ് CE മാർക്ക് തരുന്നത് അല്ലേ? നിങ്ങളുടെ സ്വഭാവം, ക്യാരക്ടർ, അതായത് നിങ്ങളുടെ മറ്റ് ജെന്യൂനായി നടക്കേണ്ട മറ്റ് പല കാര്യങ്ങൾ, നോട്ട്ബുക്കുകൾ ഒക്കെ കൃത്യമായി പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആകെ തുകയായി തരുന്നതാണല്ലോ CE മാർക്ക് എന്ന് പറയുന്ന സാധനം, കണ്ടിന്യൂസ് ഇവാലുവേഷൻ അല്ലേ? നിങ്ങൾക്കില്ലേ? ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഇല്ലേ? അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്
മാർക്ക്, സി മാർക്ക് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മെയിനായിട്ട് വരിക? നമ്മുടെ സ്വഭാവം അല്ലേ? സ്വഭാവം. അധ്യാപകർ നിങ്ങൾക്ക് തരുന്ന സ്വഭാവത്തിന് വേണ്ടി ഇട്ട് തരുന്ന മാർക്കാണ് സി മാർക്ക്. അധ്യാപകരോടുള്ള പെരുമാറ്റം, നിങ്ങളുടെ റെഗുലർ അറ്റൻഡൻസ്, പ്രോപ്പറായിട്ട് നിങ്ങളുടെ നോട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്ക്, അതിനെല്ലാം ആകെ തുകയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്വഭാവ സർട്ടിഫിക്കറ്റ് പോലെ തരുന്ന മാർക്ക്, സ്വഭാവത്തിന് ഇട്ട് തരുന്ന മാർക്കാണ് സി മാർക്ക്. അത് 20ൽ 20 മാർക്കും നിങ്ങൾക്ക് നേടാൻ പറ്റണം. നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും നിങ്ങൾക്ക് ക്ലാസ്സിൽ രാവിലെ 9 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ സ്കൂളിൽ 4 മണി വരെ നിങ്ങൾ സ്കൂളിൽ തന്നെയായിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ സമയം വീടിനേക്കാൾ കൂടുതൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്, ക്ലാസ് മുറിയിലാണ്. അത് ഏറ്റവും ആനന്ദകരമാക്കണമെങ്കിൽ അധ്യാപകരുമായി നല്ല ബന്ധത്തിൽ പോകണം. അധ്യാപകരോട്, നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരോട് മാന്യമായി പെരുമാറണം. ഒരു കാരണവശാൽ അധ്യാപകർ നിങ്ങളുടെ മേലെ വന്ന് നമ്മുടെ നേരെ വന്ന് ഒരു കാരണവശാൽ അവര് വെറുതെ നമ്മളെ ശാസിക്കാനോ ദേഷ്യപ്പെടാനോ വരില്ല. നമ്മുടെ ഭാഗത്ത്, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും സ്വഭാവ ദൂഷ്യം കാണുകൾ മാത്രമേ സാധാരണ നിലയിൽ അധ്യാപകർ നമ്മുടെ നേരെ വരികയുള്ളൂ, അല്ലേ? അല്ലാതെ വെറുതെ ഏതെങ്കിലും അധ്യാപകം വന്നിട്ട് നമ്മളോട് ദേഷ്യപ്പെടാറുണ്ടോ? അല്ലോ, വെറുതെ ഒരു അധ്യാപനം വരില്ല. അപ്പോൾ നമ്മുടെ ക്ലാസ് മുറികൾ ആനന്ദദായകമാക്കണം. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറണം. നമ്മുടെ പെരുമാറ്റ രീതി വളരെ പ്രധാനപ്പെട്ട കാര്യം. പെരുമാറ്റം, നമ്മുടെ സ്വഭാവം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ക്യാരക്ടർ, സത്യസന്ധത, അതോടൊപ്പം മറ്റു പല സ്വഭാവ സവിശേഷമൊക്കെ, സേവന സന്നദ്ധത, കരുണ, സ്നേഹം, ഇതൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാൻ, നല്ല നിലയിൽ നല്ല വിധത്തിൽ പ്രകടിപ്പിക്കാൻ നമ്മൾ പരിശീലനം നേടണം. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത്തരത്തിലുള്ള ചില സ്വഭാവ മൂല്യങ്ങളുണ്ട്. ക്ഷമിക്കാൻ പറ്റണം. ചില സമയത്ത് ക്ഷമിക്കാം, ചിലർക്ക് ചില സമയത്ത് ക്ഷമിക്കാൻ പറ്റില്ല. ക്ലാസ് മുറിയിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ക്ഷമിക്കാൻ പറ്റില്ല. ഒരു ബുക്ക് എടുത്തതിന്റെ പേരിൽ എന്താണ് തലക്കടിക്കുന്നു ക്ലാസ് മുറിയിൽ ഇരുന്നിട്ട്, പലപ്പോഴും കാണുന്നതാണ്. എന്തൊരവസ്ഥയാണ്? ക്ഷമിക്കാൻ പറ്റണം, സഹായിക്കാൻ പറ്റണം, സഹാനുഭൂതി. നമ്മുടെ ഒരു സുഹൃത്തിന്റെ അപ്പച്ചനോ അമ്മച്ചിയോ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വീട്ടിലൊന്ന് പോകാൻ നമുക്ക് മനസ്സ് കാണണം. പോകാറുണ്ടോ? അപ്പച്ചനും അമ്മച്ചിയൊക്കെ ആരെങ്കിലും തൊട്ട സുഹൃത്തിന്റെ പേരൻസ് ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടുകാരായിട്ട് വീട്ടിൽ പോയി ആ സുഹൃത്തിനെ ആശ്വസിപ്പിക്കാറുണ്ടോ? ഉണ്ടോ? യെസ്. അപ്പൊ അങ്ങനെയൊക്കെ നല്ല മൂല്യങ്ങൾ നമ്മൾ വളർത്തിയെടുക്കണം. ത്യാഗം, കരുണ, കരുണയോടുകൂടി. ചിലർക്ക് ക്ഷമിക്കാൻ പറ്റിയല്ല, അല്പം പോലും ക്ഷമിക്കാൻ പറ്റിയല്ല. കാരുണ്യത്തോടുകൂടി പെരുമാറാൻ പറ്റില്ല. അപ്പൊ ഇത്തരത്തില് നമുക്ക് ചില ക്രിസ്തീയ മൂല്യങ്ങൾ, സേവനം, സഹനം, ത്യാഗം, കരുണ, സ്നേഹം, ഇത്തരത്തിലുള്ള നല്ല നല്ല മൂല്യങ്ങൾക്ക് അനുഷ്ഠിതമായി നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. പൊതുസമൂഹത്തിൽ മറ്റു മതസ്ഥരോട് നമ്മൾ കോമ്പീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അവിടെയൊക്കെ തന്നെ നമ്മൾ സമർത്ഥരായി മുൻനിരയിലേക്ക് വരാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതിന് നല്ല ഹാർഡ് വർക്ക് അത് ആവശ്യമാണ്. ആ ഹാർഡ് വർക്കിലൂടെ മാത്രമേ നമുക്ക് പൊതുസമൂഹത്തിൽ ഉയർന്ന നിലയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ക്രിസ്ത്യാനികൾ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പഴയ അപ്പന്മാര് നേടിത്തന്ന ആ ക്രിസ്തീയ പാരമ്പര്യത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് ഏറ്റവും ഉയർന്ന നിലയിൽ നമുക്ക് ക്രിസ്ത്യാനികൾക്ക് നിൽക്കാൻ പറ്റണം. നല്ല ജോബ് നേടണം. നമ്മൾ വലിയ മത്സരത്തിലാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. പുതുതലമുറയുടെ പ്രതീകമാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ നിങ്ങൾക്കെല്ലാ മംഗളങ്ങളും ജീവിത വിജയവും ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് എപ്പോഴും ഞാൻ എൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട തലമുറയോട് പറയുന്നതാണ്, കേരളത്തിൽ തന്നെ നിലനിൽക്കാൻ പറ്റുന്ന നിലയിൽ എല്ലാവരും നല്ല പ്ലാനിങ്ങോടുകൂടി പോകണം. ഹയർ സ്റ്റഡീസ് +2 ഫുൾ A+ നേടി ഡിഗ്രിക്ക് പോയി ഇഷ്ടം പോലെ ജോബുകളുണ്ട്, ടീച്ചേഴ്സ് പോസ്റ്റ് ഉണ്ട്. നമുക്ക് നമ്മുടേതായ
സ്കൂളുകളും കോളേജുകളും ഉണ്ട്, നമ്മൾ ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ഉണ്ട്. നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ധാരാളം സ്കൂളുകളിൽ PSC എഴുതി അധ്യാപകരായി വരും. അതോടൊപ്പം തന്നെ മറ്റു പല PSC എക്സാമുകളൊക്കെ ഉണ്ട്, ബാങ്ക് ടെസ്റ്റുകളുണ്ട്, അതോടൊപ്പം തന്നെ ക്ലറിക്കൽ പോസ്റ്റുകളുണ്ട്. അങ്ങനെ ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതെല്ലാം നമുക്ക് നേടാൻ സാധിക്കണം. നമ്മൾ ഒരിക്കലും പുറകോട്ട് പോരും. നമ്മൾ മറ്റു മതസ്ഥരെ അപേക്ഷിച്ച് നമ്മൾ പിന്തള്ളപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. നമുക്കൊരു ആവേശത്തോടു കൂടി നമ്മൾ നല്ല കൂട്ടായ്മയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. 1 മണിക്കൂറാണ്, പല വിഷയങ്ങളിലൂടെ ഇങ്ങനെ ടച്ച് ചെയ്ത് പോയി എന്ന് മാത്രമേ ഉള്ളൂ, ഒന്നും പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാ വിജയം ആശംസിച്ചു നിർത്തുന്നു. താങ്ക് യു. ആദരണീയനായ ജിജി സാറ്, അദ്ദേഹത്തിൻ്റെ കഴിവുകളുടെ ഒരു ചെറിയ സമയം അത് ഏറ്റവും എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകാം എന്നാണ് സാറ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ മക്കളോട് പറഞ്ഞു തന്നത്. അതിൽ ഏറ്റവും അവസാനം കേട്ട കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ഓർമ്മിക്കുകയാണ്. ഒന്ന്, നിങ്ങളുടെ ക്ലാസ് മുറിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിങ്ങളുമായി ഇടപെടുന്നവർക്ക് നിങ്ങളൊരു ഇംപ്രസീവായ ഒരു ക്യാരക്ടറാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിത വിജയം ശരിക്കും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലൂടെ ശരിയായ ക്യാരക്ടറിലൂടെ നമുക്ക് വളരാൻ പറ്റുകയുള്ളൂ എന്ന് സാർ അവസാനം പറഞ്ഞു വന്നു. ആ കാര്യങ്ങൾ ഇപ്പോഴിടരുത്, നിങ്ങൾ നേർച്ച ഇടണം. നേർച്ച ഞാൻ ലാസ്റ്റ് മേടിച്ചോളാം. ഇതെല്ലാം ആരിട്ടില്ല, അത് ലാസ്റ്റ് എടുക്കാം. അപ്പോൾ അതിന് നിങ്ങളുടെ നന്ദി പറയാൻ വേണ്ടി നിങ്ങളുടെ 2 പേരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ആദ്യം തന്നെ നമുക്ക് ഈ ക്ലാസ് ഇവിടെ ഒരുക്കി തന്ന നമ്മുടെ വികാരി അച്ഛന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അതുപോലെ നമുക്ക് നമ്മുടെ സ്കൂളിൽ നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ സഹപാഠികളോടും എങ്ങനെ പെരുമാറണമെന്നും അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നും നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ സാറിനും, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സോഷ്യൽ മീഡിയയുമായി നമ്മൾ മുന്നോട്ട് എങ്ങനെ പോകണമെന്നും നമ്മളുടെ ഈ വിദ്യാഭ്യാസ കാലത്ത് സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്നും ഒരു ലവ് ഫെയറോ അങ്ങനത്തെ ഒരു ഇതിൽ ഉൾപ്പെടാതെയും നമ്മളുടെ ഒരു കെണിയിലും വീഴാതെ എല്ലാത്തിലും നമ്മൾ മുന്നേറിയും നമ്മൾ ക്ലാസ്സിലെ ടോപ്പറായിട്ടും നിൽക്കണമെന്നും നമ്മളെ പഠിപ്പിച്ചു തന്ന ഈ സാറിന് ബദിയടുക്കായി ഇടവകയുടെ പേരിൽ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ആദ്യം തന്നെ ഇങ്ങനൊരു ക്ലാസ് ഇവിടെ ഒരുക്കി തന്ന വികാരിച്ചിന് നന്ദി പറയുന്നു. അതോടൊപ്പം നമുക്ക് ഈ ക്ലാസ് എടുത്തു തന്ന ജിജി സാറിന് നമുക്ക് ക്രിസ്തീയ പാരമ്പര്യത്തെക്കുറിച്ചും ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചും പിന്നെ സമയത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും എത്ര സമയം ഉപയോഗിക്കണമെന്നും അത് എത്രത്തോളം പഠിത്തത്തിൽ ചെലവഴിക്കണമെന്നും സാർ നന്നായിട്ട് വിശദീകരിച്ചു തന്നു. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് മാതാപിതാക്കൾക്കാണ്. അവർക്ക് നമ്മൾ എന്ത് തിരിച്ചു കൊടുക്കണമെന്ന് വ്യക്തമായി സർ പറഞ്ഞു തന്നു. അത് നമ്മളെ ഓരോരുത്തരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം. പിന്നെ ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച്